Good evening. Namaskaram ഉണ്ട് എല്ലാവർക്കും. ഹോൾഡ് ചെയ്യണം എല്ലാവരും ഒരു സെക്കൻഡ്. ജസ്റ്റ് ഹോൾഡ് ഡൗൺ എ സെക്കൻഡ് പ്ലീസ്. ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഗുഡ് ഈവനിങ്. നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. ഏകദേശം 17 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ഥാപനത്തിന്റെ സൈഡിൽ നിന്ന് ഞാനും എൻ്റെ കൊലീഗ് രേഷിക ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. രേഷിക ഒരു തവണ ഗ്രൂപ്പിന്റെ പുറത്ത് ഓക്കെ എല്ലാവർക്കും ഒരു റിമൈൻഡർ കൊടുക്കുക. ഓക്കെ, ഞാനും ഒരു സെക്കൻഡ് ഒരു മെസ്സേജ് ഇട്ടേക്കാണ് ഗ്രൂപ്പിന്റെ പുറത്ത്. ഓക്കെ, സോ നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം ഓക്കെ ഏകദേശം ഒരു 17 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ആദ്യത്തെ കാര്യം എല്ലാവർക്കും ഹാപ്പി മക്കർ സംക്രാന്തി. പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് ഹാപ്പി പൊങ്കൽ, പിന്നെ ലോഡി സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് ഹാപ്പി ലോഡി. ഓക്കെ, സോ എൻ്റെ പേര് ഹൻസ് എന്നാണ്. ആദ്യത്തെ കാര്യം എല്ലാവരും ഈ ഒരു ബൂട്ട് ക്യാമ്പ് 3 ദിവസത്തെ ലൈവ് ബൂട്ട് ക്യാമ്പ് ആയിരിക്കും. ഓക്കെ, 3 ദിവസത്തെ ലൈവ് ബൂട്ട് ക്യാമ്പ് ആയിരിക്കും. ആദ്യത്തെ കാര്യം എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, ചാറ്റ് ബോക്സിന്റെ പുറത്ത് അവരുടെ പേരും സിറ്റി ടൈപ്പ് ചെയ്യുക. ചാറ്റ് ബോക്സിന്റെ പുറത്ത് അവരുടെ പേരും സിറ്റി ടൈപ്പ് ചെയ്യുക. കാരണം നമ്മൾ തമ്മിൽ അറിയുന്നതല്ല, ഒത്തിരി ആൾക്കാർ നമ്മൾ അറിയുന്നതല്ല. സോ പ്ലീസ് ടൈപ്പ് യുവർ നെയിം ആൻഡ് സിറ്റി. ഓക്കെ, അനൂപ് സർ എറണാകുളം. ഓക്കെ, അനുരാധ കണ്ണൂർ. ഓക്കെ, പ്ലീസ് ടൈപ്പ്. അനു എ പി ആലപ്പി. ഓക്കെ, വസന്തി ബാംഗ്ലൂർ. വസന്തി മാഡം ഇന്നലെയും എനിക്കൊന്ന് ജോയിൻ ചെയ്തായിരുന്നു, ഇന്നലെ നമുക്ക് ഇല്ലായിരുന്നു. ഓക്കെ, ശ്രീകണ്ഠൻ ട്രിവാൻഡ്രം. ജർമ്മനി. ഓക്കെ, ജർമ്മനിയിൽ നിന്ന് ആൾക്കാരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അഷിൽ കണ്ണൂർ. ഓക്കെ, വിജയകുമാർ ട്രിവാൻഡ്രം. ഡാനിയൽ ട്രിവാൻഡ്രം. രൺദീപ് ബാംഗ്ലൂർ. ഓക്കെ, സജിനി വയനാട്. ബിന്ദു സുഭാഷ് മുംബൈ. സൂപ്പർ. ഫാത്തിമ കോഴിക്കോട്. സൂപ്പർ സൂപ്പർ. ഓക്കെ, സോ അടിപൊളി. ഓക്കെ, സോ ലെറ്റ് us start this boot camp. ഓക്കെ, സോ ബൂട്ട് ക്യാമ്പിന്റെ ഒരു റൂൾ ഉണ്ട്. ഓക്കെ, ഒരു റൂൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ബൂട്ട് ക്യാമ്പിന്റെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ, ബൂട്ട് ക്യാമ്പിനകത്ത് നമുക്ക് റെക്കോർഡിങ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഈ റെക്കോർഡിങ്സിന്റെ ഒത്തിരി ഫേവർ എനിക്ക് അത്രയും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഈ റെക്കോർഡിങ്സ്. കാരണം റെക്കോർഡിംഗ് മാത്രം നമുക്ക് കാണണമെങ്കിൽ നമുക്കൊരു യൂട്യൂബ് വീഡിയോയും കാണാൻ പറ്റും. ഓക്കെ, ഒരു യൂട്യൂബ് വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷെ നമ്മളൊരു കാര്യം ലൈവായിട്ട് ചെയ്യുമ്പോൾ ഓക്കെ അതിനകത്ത് പല പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അത് കൂടാതെ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് ആരൊക്കെ ഈ 3 ദിവസത്തെ ബൂട്ട് ക്യാമ്പ് ലൈവ് ആയിട്ട് കാണാനായിട്ട് കമ്മിറ്റഡ് ആണ്, ചാറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ആരൊക്കെ 3 ദിവസത്തെ ബൂട്ട് ക്യാമ്പ് ലൈവ് ആയിട്ട് ഓക്കെ കാണാനായിട്ട് റെഡിയാണ്, ചാറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. പ്രവീൺ കോഴിക്കോട് യെസ് 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 യെസ്. ഓക്കെ, അനൂപ് യെസ്. ബിന്ദു സുഭാഷ് യെസ്. സൂപ്പർ. ഓക്കെ, ആൾക്കാർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. യെസ്. ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, സോ യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ബൂട്ട് ക്യാമ്പ്, അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇന്ന് നമ്മളുടെ സെഷനകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ഒരു ഫിറ്റ്നസ് ജേർണിക്കകത്ത് നമ്മൾ പല തവണ ഫിറ്റ്നസ് ജേർണി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആരൊക്കെ ഇതുവരെയും ഓക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരൊക്കെ ഇതുവരെയും വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ആരൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചാറ്റ് ബോക്സിനകത്ത് എഴുതുക. ഓക്കെ, വണ്ണം കുറയ്ക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ ചാറ്റ് ബോക്സിനകത്ത് എഴുതുക. ഓക്കെ, കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്.
എത്ര ആൾക്കാർക്ക് ഈ പറയുന്ന വണ്ണം പെർമനന്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്? ചാറ്റ് ബോക്സിനകത്ത് എഴുതുക. ഓക്കെ, ചാറ്റ് ബോക്സിനകത്ത് എഴുതുക. ഓക്കെ, പറ്റിയിട്ടില്ല. ഓക്കെ, ഓക്കെ, സൂപ്പർ. ഓക്കെ, ഓക്കെ. സോ ഇന്ന് നമ്മൾ സ്പെസിഫിക്കലി മൈൻഡ് സെറ്റിന്റെ പുറത്തായിരിക്കും പഠിക്കുന്നത്. ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു ഒരു ഡയറ്റ് പ്ലാൻ അല്ലെ ഒരു എക്സസൈസ് പ്ലാൻ, ഈ പറയുന്ന കാര്യങ്ങൾ, ഓക്കെ, ഇതിന്റെ ആക്സസ് ഇന്റർനെറ്റിനകത്ത് നമ്മൾ നോക്കിയാൽ 100% നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് അല്ലേ? ഇന്റർനെറ്റിന്റെ പുറത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് 100% ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് പ്ലാൻ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഡയറ്റും എക്സസൈസ് പ്ലാനും കൊണ്ട് നമുക്ക് വണ്ണം കുറയുമായിരുന്നെങ്കിൽ ഇന്ന് ഈ 8 മണി സമയത്ത് ഇത്രയും ആൾക്കാർ ബൂട്ട് ക്യാമ്പ് ഒരിക്കലും അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു. ഓക്കെ, സോ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ കംസ് ഫ്രം ഇംപ്ലിമെന്റേഷൻ. എഴുതുക, ട്രാൻസ്ഫോർമേഷൻ കംസ് ഫ്രം ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തിച്ചാൽ മാത്രം നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടത്തുള്ളു. ഡോക്ടറിന്റെ അടുത്ത് നിങ്ങൾ പോയി, ഈ ലോകത്തിലെ ഏറ്റവും അടിപൊളി കേരളത്തിലെ ഡോക്ടറോ അതോ ഇന്ത്യയുടെ പുറത്തുള്ള ഡോക്ടറിന്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് പുള്ളിക്കാരൻ ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എഴുതി തരും. ഓക്കെ, ഒരു മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ ഡയഗ്നോസിസ് എഴുതി തരും. പക്ഷെ നിങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു മരുന്നുകൾ നമ്മൾ കഴിക്കുന്നു. ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കാൻ റെഡി അല്ലായിരുന്നു. 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളുടെ സിറ്റുവേഷനകത്ത് ഒരു മാറ്റവും വരത്തില്ല. ആ ഡോക്ടറിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, transformation happens with implementation. Transformation does not happen with information. Okay, സോഷ്യൽ മീഡിയ, യൂട്യൂബിന്റെ പുറത്ത് ആൾക്കാർക്ക് ഇൻഫർമേഷൻ, അതിനകത്ത് ഞാനും ഉണ്ട്, നമുക്ക് ഇൻഫർമേഷന്റെ വീഡിയോ ഉണ്ടാക്കി ഇടുന്നതിന് നല്ല വ്യൂസും ലൈക്കും കിട്ടിയാൽ നമുക്ക് പൈസ കിട്ടുന്നതാണ്. പക്ഷെ ഈ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അതാണ് ജീവിതത്തിന്റെ ഒരു സത്യം. അതുകൊണ്ട് ഇൻഫർമേഷനും കൊണ്ട് നമുക്ക് ഒരിക്കലും ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ ബൂട്ട് ക്യാമ്പിന്റെ ഒരു മെയിൻ എജൻഡ എന്ന് പറഞ്ഞാല് ഈ 3 ദിവസം നമ്മൾ എല്ലാവരും എങ്ങനെയാണ് പ്രവർത്തിച്ച് മുമ്പിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് തിയറി അല്ലായിരിക്കും, തിയറിയുടെ കൂട്ടത്തിൽ പ്രാക്ടിക്കലും കൂടെ ആയിരിക്കും. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കുറെ എക്സസൈസുകൾ ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. എല്ലാവരും ചെയ്യാൻ റെഡി അല്ലയോ? ലൈവായിട്ട് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും. ഓക്കെ, കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു, സാർ എനിക്ക് മുട്ടിന് വേദനയാണ്, ഇരിക്കാൻ പറ്റത്തില്ല. ഒരു കുഴപ്പവുമില്ല. എന്റെ കൂട്ടത്തിൽ ഏകദേശം 10,000 ആൾക്കാർ ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും എക്സസൈസ് ചെയ്യാൻ സാധിക്കും, പ്രിക്കോഷനും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ അത് അപ്പൊ ആദ്യത്തെ നമ്മളുടെ പോയിന്റ് ആണ്, ഇൻഫോർമേഷനും കൊണ്ട് ഒരിക്കലും ട്രാൻസ്ഫോർമേഷൻ നടക്കത്തില്ല. ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പ്രവർത്തിക്കാൻ വേണം പഠിക്കാൻ. ഓക്കെ, സോ സ്ക്രീനിന്റെ പുറത്ത് നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ ദിവസത്തെ പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എല്ലാവരും വീഡിയോ ക്യാമറയിൽ ഇരിക്കുവാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങൾക്ക് എന്നെ കാണാം. ഓക്കെ, അതുമല്ല ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീഡിയോ ക്യാമറയിലാണെങ്കിൽ നമ്മൾക്ക് ഒരു ചെറിയൊരു സീരിയസ്നെസ്സും കൂടാണ്, കാരണം എല്ലാവരും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്, ബട്ട് പ്ലീസ് ഫീൽ കംഫർട്ടബിൾ. Okay, so destroying the mental barriers the root cause of obesity. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഡയറ്റ് എക്സസൈസ് എത്ര കിട്ടിയാലും 90%, ഓക്കെ, 90% വരെ നമ്മളുടെ മൈൻഡ്, ഓക്കെ, നമ്മളുടെ മൈൻഡ് കൺട്രോളിൽ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും റിസൾട്ട്സ് കിട്ടത്തില്ല. കണ്ടിട്ടില്ലേ? ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ തന്നു, ഒരു എക്സസൈസ് പ്ലാൻ തന്നു. നിങ്ങൾക്ക് നേരത്തെ എന്നെക്കാട്ടി ബെറ്റർ ആയിട്ട് ഡയറ്റ് പ്ലാനും എക്സസൈസ് പ്ലാനും കിട്ടിക്കാണും. പക്ഷേ ജീവിതത്തിനകത്ത്, ജോലിക്കകത്ത്, ഫാമിലിക്കകത്ത് ചെറിയൊരു സ്ട്രെസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡയറ്റ് പ്ലാൻ അതേപോലെ മുടങ്ങിപ്പോകും. ആരൊക്കെ ഒരു ഡയറ്റ് പ്ലാൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്, 1 മാസം 2 മാസം അവർ ഫോളോ ചെയ്ത്, പക്ഷെ 3-ാമത്തെ മാസം ഒരു കല്യാണം, ഓഫീസിന്റെ സ്ട്രെസ്,
അല്ലെ ഒരു ചെറിയൊരു അസുഖം വന്നപ്പോ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ തുടങ്ങിയത് അതേപോലെ നമ്മൾ നിർത്തി. ഓക്കെ, ചാറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. സോ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത് ആയിരിക്കും നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ എത്ര തവണ, ഓക്കെ, ഈ ഉള്ള ഏകദേശം 21-25 ആൾക്കാർ എത്ര തവണയാണ് അവരുടെ ജീവിതത്തിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? ആ നമ്പർ ചാറ്റ് ബോക്സിന്റെ അകത്തിടുക. ഓക്കെ, ഒരു തവണ, 2 തവണ, 3 തവണ. ഓക്കെ, ചാറ്റ് ബോക്സിനകത്ത് ഇടുക. ഓക്കെ, ആൾക്കാർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, 2 തവണ, മോർ ദാൻ 10 ടൈംസ്. ഓക്കെ, ഓക്കെ, മോർ ദാൻ 10 ടൈംസ്, 3 ടൈംസ്, മൾട്ടിപ്പിൾ ടൈംസ്. ഡോണ്ട് റിമെമ്പർ ദ നമ്പർ. ഓക്കെ, അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇത്രയും തവണ നമ്മൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ലൈഫിൽ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, സോ ആ കാര്യമായിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഇന്ന്, ഓക്കെ, ഡിസ്കസ് ചെയ്യുന്ന. കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്തുക. ഓക്കെ, ആ ക്ലാരിറ്റി എന്താണ്? ആ ക്ലാരിറ്റി ഒത്തിരി സിമ്പിൾ ആണ്. ഡയറ്റ് പ്ലാനും എക്സസൈസ് പ്ലാനും കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വണ്ണത്തിനകത്ത്, അല്ലെങ്കിൽ ഹാർമോണൽ ഇംബാലൻസിന്റെ അകത്ത്, അല്ലെങ്കിൽ അസുഖങ്ങളിനകത്ത് നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ മാത്രം നോക്കിയിട്ട് നമുക്ക് അസുഖം മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതിന് നമ്മൾ പ്രവർത്തിക്കണം. ഓക്കെ, സോ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ബൂട്ട് ക്യാമ്പിന്റെ ഒരു അജണ്ട ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി മൈൻഡ് സെറ്റിനെ പറ്റി ആയിരിക്കും പഠിക്കുന്നത്. രണ്ടാമത്തെ ദിവസം ഹാർമോണൽ ഇംബാലൻസിനെ പറ്റി ആയിരിക്കും. മൂന്നാമത്തെ ദിവസം എക്സസൈസ്, ഡയറ്റ്. ഓക്കെ, ഡയറ്റും എക്സസൈസ്. ഒരു 90 ദിവസത്തെ ഫാറ്റ് ലോസ് ജേർണിക്കകത്ത്, ഓക്കെ, ഏതൊക്കെ രീതിയിലെ ഡയറ്റുകളാണ് കഴിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ എക്സസൈസുകളാണ് ചെയ്യേണ്ടത്, ആ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അത് കൂടാതെ 90 ദിവസത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് കാര്യം, ബൂട്ട് ക്യാമ്പിനകത്ത് എനിക്ക് നിങ്ങളോട് ചെറിയ പ്രതീക്ഷകൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്നോടും പ്രതീക്ഷ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ എല്ലാവരും ബൂട്ട് ക്യാമ്പിന് ഒരു ഫീസ് കൊടുത്തിട്ടായിരിക്കും വന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഈ പുള്ളി പറയുന്നതിനകത്ത് എനിക്ക് നിങ്ങൾക്ക് ഇച്ചിരി ഒരു പ്രതീക്ഷ എന്നോട് കാണും. ഓക്കെ, സോ ഐ വിൽ do my 100% to fulfill your expectation. Okay, so yes, ഒറ്റ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. Okay, yes, so I will do my 100% to fulfill this expectation. Okay, so ആദ്യത്തെ കാര്യം, എല്ലാ ദിവസവും എല്ലാവരും ലൈവ് ആയിട്ട് ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. അത് നോൺ നെഗോഷിയബിൾ ആണ്, അതിനകത്തൊന്നുമില്ല. ഓക്കെ, അതിനകത്ത് നമുക്കൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും ഞാൻ ആരുടെങ്കിലും കൂട്ടത്തിൽ വർക്ക് ചെയ്താൽ, ഓക്കെ, ഞാൻ ഒരിക്കലും ബ്ലഡ് ടെസ്റ്റ് നോക്കാതെ ഞാൻ വർക്ക് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഈ ഇന്നത്തെ സെഷൻ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 4 തൊട്ട് 5 ബ്ലഡ് ടെസ്റ്റുകൾ സജസ്റ്റ് ചെയ്യും. ഓക്കെ, ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ലിപ്പിഡ് പ്രൊഫൈൽ. ഓക്കെ, LDL, HDL, കംപ്ലീറ്റ് നിങ്ങളുടെ കൊളസ്ട്രോൾ എത്രയാണ്, ട്രൈഗ്ലിസറൈഡ് എത്രയാണ്, അത് നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഓവറോൾ ബോഡിയിൽ ബാഡ് കൊളസ്ട്രോൾ എത്ര ഉണ്ട് അത് അറിയാനായിട്ടാണ്. അത് കൂടാതെ ട്രൈഗ്ലിസറൈഡ് കൂടുവാണെങ്കിൽ ഹാർട്ട് സംബന്ധിച്ച് പല പ്രോബ്ലം നമുക്ക് വരുന്നതിന് മുമ്പിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം വൈറ്റമിൻ ഡി. മൂന്നാമത്തെ കാര്യം HbA1c. ഓക്കെ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഇതുപോലത്തെ കുറെ ടെസ്റ്റുകളായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. 5 തൊട്ട് 6 ടെസ്റ്റുകളായിരിക്കും. ടെസ്റ്റുകൾ ചെയ്യാൻ നിർബന്ധം എനിക്ക് ഇല്ല. ഓക്കെ, പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുവാണ്, ഞാൻ ഒരാളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്താൽ ആദ്യം ഞാൻ അവരോട് ചോദിക്കുന്നത് ആ ബ്ലഡ് ടെസ്റ്റുകൾ എവിടാണ്. ഓക്കെ, ആ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ മുമ്പിലോട്ട് പോകാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാറില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഇന്നത്തെ നമ്മളുടെ സെഷൻ കഴിയുമ്പോൾ എല്ലാവർക്കും ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ഞാൻ ഇട്ട് തരാം. എല്ലാവർക്കും അതനുസരിച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് 1-2 അസൈൻമെന്റ്സ് തരും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഗോൾ കാർഡ് തരും. ഓക്കെ, ആ ഗോൾ കാർഡിനകത്ത് നമ്മളുടെ അടുത്ത 90 ദിവസത്തെ ഗോൾസ് എഴുതും.
എനിക്ക് എൻ്റെ ഹെൽത്തിനകത്ത് ഈ അസുഖങ്ങൾ മാറ്റണം, എനിക്ക് എൻ്റെ ഇത്രയും വെയിറ്റ് കുറയ്ക്കണം, ബോഡിയിലെ ഈ പെയിൻ ഇതെല്ലാം മാറ്റണം. നിങ്ങളുടെ ഗോൾസ് എല്ലാം നിങ്ങൾ അതിനകത്ത് എഴുതണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് അത് എഴുതുന്നതെന്ന്. അതായിരിക്കും ഇന്നത്തെ നമ്മളുടെ അസൈൻമെന്റ്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങളിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ്, ഓക്കെ, വാട്സാപ്പ് ഗ്രൂപ്പ് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കുകയോ. പക്ഷെ ഇന്ന് നമ്മളുടെ സെഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ചോദിച്ചാൽ എൻ്റെ ഈ ഫ്ലോ ബ്രേക്ക് ആകത്തില്ല. ഓക്കെ, സോ ഇതായിരുന്നു സിമ്പിൾ കാര്യങ്ങൾ. ഓക്കെ, സോ എല്ലാവരും വെബിനാർ അറ്റൻഡ് ചെയ്തിട്ട് വെബിനാറിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം പിടികിട്ടി. ഓക്കെ, നമ്മൾ ചുമ്മാതെ യൂട്യൂബിൽ കാണുന്ന ഡയറ്റ്, ഓക്കെ, ചുമ്മാതെ യൂട്യൂബിൽ കാണുന്ന ഒരു ഡയറ്റ് അല്ലെങ്കിൽ പല ആൾക്കാർ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. കാരണം ഡയറ്റും എക്സസൈസും നമ്മളുടെ ജീവിതശൈലിയായിട്ട് മാച്ച് ആയില്ലെങ്കിൽ കണ്ടിന്യൂ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ സ്പെഷ്യലി വർക്കിംഗ് പ്രൊഫഷണൽസ്, നമ്മളെ പോലത്തെ ജോലി തിരക്കുള്ള ആൾക്കാർക്ക് ഹാർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഇതുവരെ റിസൾട്ട്സ് കിട്ടാഞ്ഞത്. ഓക്കെ, നമുക്ക് ഇതുവരെ റിസൾട്ട്സ് കിട്ടാഞ്ഞത്. അപ്പോൾ ഒരാള് നമ്മളുടെ വെബിനാറിനകത്ത് വരുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഓക്കെ, ഈ ഹാർമോണൽ ഇംബാലൻസ് കാരണമാണ് എനിക്ക് ഈ പറയുന്ന വണ്ണം ഇതുവരെ കുറയ്ക്കാൻ പറ്റാഞ്ഞത്. ഓക്കെ, 3 ദിവസത്തെ ബൂട്ട് ക്യാമ്പിനകത്ത് നിങ്ങൾക്ക് ഇത് ഇച്ചിരി കൂടെ ബെറ്റർ ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ ഹാർമോണൽ ഇംബാലൻസ് മാറ്റണമെങ്കിൽ മിനിമം ഏകദേശം, ഓക്കെ, മിനിമം ഏകദേശം 1 വർഷത്തെ സമയം ആണ് എടുക്കുന്നത്. അപ്പൊ ബൂട്ട് ക്യാമ്പിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആയി നിങ്ങളുടെ ഒരു 90 ഡേയ്സിന് നിങ്ങൾ ജേർണി തുടങ്ങുമ്പോൾ, ഓക്കെ, ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ 8 തൊട്ട്, ഓക്കെ, 12 കിലോ വരെ നിങ്ങൾക്ക് 100%, ഓക്കെ, 99 പോലും അല്ല, 100% നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ ബെലി ഫാറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ബെറ്റർ സ്റ്റാമിന, ബെറ്റർ ഇമ്മ്യൂണിറ്റി, പിന്നെ നിങ്ങളുടെ വസ്ത്രങ്ങളിനകത്ത് 1 തൊട്ട് 2 സൈസുകൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, 90 ദിവസം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ ഉള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഇതുവരെ 92% തൊട്ട് 93% വരെ നമുക്ക് സക്സസ് റേഷ്യോ ഉണ്ട്. 7% ആൾക്കാർ പറഞ്ഞാലൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, മൂന്നാമത്തെ കാര്യം, 90 ദിവസം ഒരു തവണ നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾ ഒരു 10 കിലോ വരെ പറഞ്ഞിട്ട് ചെയ്തിട്ട് നിങ്ങൾ കുറയ്ക്കുവാണെങ്കിൽ അവിടുന്നായിരിക്കും നിങ്ങളുടെ ഹാർമോണൽ ഇംബാലൻസിന്റെ ജേർണി തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അവിടുന്ന് അടുത്ത ഒരു 9 മാസത്തിനകത്ത് നിങ്ങൾക്ക് BP, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഫാറ്റി ലിവർ, ജോയിന്റ് പെയിൻ ഇതെല്ലാം അടുത്ത 9 മാസത്തിനകത്ത് കംപ്ലീറ്റ്ലി മാറ്റാൻ സാധിക്കും. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെക്കാനിസം നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, ഫ്രീഡം ഫ്രം മെഡിസിൻ. ആർക്കൊക്കെ മെഡിസിൻ ഇല്ലാത്ത, ഓക്കെ, മെഡിസിൻ ഇല്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹമുണ്ട്? ചാറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇഫ് യു വോണ്ട് ടു ലിവ് എ ലൈഫ് വിതൗട്ട് ബീങ് ഡിപെൻഡന്റ് ഓൺ മെഡിസിൻ, പ്ലീസ് ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, കാരണം നമ്മളുടെ ലൈഫ് പ്രഷ്യസ് ആണ്. ഓക്കെ, ഇത് ഒരു ജീവിതം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഈ മെഡിസിൻ കഴിച്ചിട്ട്, ഓക്കെ, സ്പെൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുവാണെങ്കിൽ ഐ വുഡ് നോട്ട് ബി ഏബിൾ ടു ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഈ ഒരു 15 കിലോ നമുക്ക് 3 മാസങ്ങൾ കഴിഞ്ഞിട്ട്, ഓക്കെ, 1 വർഷത്തിനകത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും പെർമനന്റ്ലി. ഓക്കെ, 1 വർഷം നിങ്ങൾ കുറച്ചാൽ റീലാപ്സ് ചെയ്യത്തില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ BMI ബെറ്റർ ആക്കാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഇൽനെസസിന്റെ, ഓക്കെ, നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു റിലീഫ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഹാർമോണൽ ഇംബാലൻസിന്റെ ഒരു സ്റ്റേജ്. 3 ദിവസം നിങ്ങൾ പഠിക്കും, അത് കഴിഞ്ഞിട്ട് 90 ദിവസത്തിനകത്ത് നിങ്ങൾ ഒരു 10 കിലോ വരെ കുറയ്ക്കും. 10 കിലോ വരെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ കാണും. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യത്തില്ല, 10 കിലോ വരെ കുറച്ച് നമുക്കൊരു മോട്ടിവേഷൻ കാണും. അവിടെ നിന്നായിരിക്കും നമ്മളുടെ ഹാർമോണൽ ഇംബാലൻസിന്റെ ഒരു ജേർണി തുടങ്ങുന്നത്. ഓക്കെ, സോ എനിക്ക് എല്ലാവരോടും ഒരു ചോദ്യം മുമ്പിലോട്ട് പോകുന്നതിന് മുമ്പിൽ ചോദിക്കണം. ആ ചോദ്യം ഒത്തിരി സിമ്പിൾ ആണ്. ഓക്കെ, ആർക്കൊക്കെ ഒരു പെർമനന്റ്
ലോങ് ടേം ഫാറ്റ് ലോസ് ആണ് ചെയ്യേണ്ടത്? ചാറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഹൗ മെനി ഓഫ് യു ആർ ലുക്കിംഗ് ഫോർ എ പെർമനന്റ് ലോങ് ടേം ഫാറ്റ് ലോസ് അല്ലെങ്കിൽ പെർമനന്റ് ലോങ് ടേം ലൈഫ് വിതൗട്ട് മെഡിസിൻസ്? ഓക്കെ, ചാറ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്യുക. ആരെങ്കിലും ഓർക്കുന്നുണ്ട് നമ്മൾ ഈ 3 ദിവസം അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഈ പറയുന്ന ഫാറ്റ് ലോസ് ചെയ്യാന്ന് ശരിക്കും നടക്കത്തില്ല. 1 മാസം കൊണ്ടൊന്നും നടക്കത്തില്ല. ഒരിക്കലും പെർമനന്റ് റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അടുത്ത കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. മുമ്പിലോട്ട് പോകുന്നതിന് മുമ്പിൽ ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട്, ഓക്കെ, ഫാറ്റ് ലോസ് ചെയ്യാൻ പല തവണ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരുവാണ്. നിങ്ങൾ ഒരു 30 സെക്കൻഡ് എടുക്കുക. ഓക്കെ, 30 സെക്കൻഡുകൾ നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ചിന്തിക്കുക, എന്തൊക്കെ തടസ്സങ്ങൾ കാരണം ആണ് നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഇതുവരെ ചെയ്യാൻ പറ്റാഞ്ഞത്? ഓക്കെ, ആ ഒരു തടസ്സങ്ങൾ, ഓക്കെ, ആ ഒരു തടസ്സങ്ങൾ നിങ്ങൾ മൊബൈലിന്റെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിന്റെ പുറത്ത് എഴുതി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇതൊരു ആക്ടിവിറ്റിയാണ് ലാസ്റ്റിൽ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു 30 സെക്കൻഡ് എടുക്കുക. ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്യാൻ പോവുകയാണ്. 30 സെക്കൻഡിനകത്ത് ശരിക്ക് ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റാഞ്ഞത്? ചാറ്റ് ബോക്സിന്റെ പുറത്ത് എഴുതുക. ഓക്കെ, പേപ്പറിന്റെ പുറത്ത് എഴുതുക. അത് കൂടാതെ ചാറ്റ് ബോക്സിന്റെ പുറത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 8:25 ആയിട്ടുണ്ട്. 30 സെക്കൻഡ് ടൈം നമുക്കുണ്ട്. ഓക്കെ, സ്റ്റാർട്ട്. എല്ലാവരും ചിന്തിക്കുക. ഓക്കെ, എല്ലാവരും ചിന്തിക്കുക, ഇതുവരെ നിങ്ങൾക്ക് എന്താണ് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റാഞ്ഞത്? ഓക്കെ, പ്ലീസ് തിങ്ക് ഡീപ്ലി. ഓക്കെ, ടൈം അപ്പ്. ഓക്കെ, എല്ലാവരും ചാറ്റ് ബോക്സിനകത്ത് എഴുതുക, എന്താണ് നിങ്ങളുടെ 3 കാരണങ്ങൾ? ഓക്കെ, എനിക്ക് ആ 3 കാരണങ്ങൾ നിങ്ങൾ എഴുതണം. ഈ 3 കാരണങ്ങൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരു പേപ്പറിന്റെ പുറത്ത് എഴുതി വെക്കണം. ഓക്കെ, അനൂപ് സാർ എഴുതുവാണ്, ഫുഡ് ക്രേവിംഗ്, ലേസിനെസ്. ഓക്കെ, ഞാൻ വായിക്കുവാണ്. ഓക്കെ, ലേസിനെസ്, വർക്ക് പ്രഷർ, ലോസ് ഓഫ് കണ്ടിന്യൂറ്റി, ഡയറ്റ്. ഓക്കെ, ഓക്കെ, പല ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുവാണ്. lack of focus, consistent effort, could not resist the food. Okay, my hindrance in fat loss. Okay, laziness. Okay, what else? Okay, ഒരു സെക്കൻഡ്. ഓക്കെ, ടൈം അഡ്ജസ്റ്റ്മെന്റ്, ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയുമില്ല, ട്രാവൽ ആയിരുന്നു. ഓക്കെ, കറക്റ്റ്. tried not happening. Okay, tried not happening. Okay, what else? വേറെ എന്തൊക്കെയാണ്? Okay, consistency, laziness, body pain. Okay, inconsistency, food cravings. Okay, okay, work pressure, time failure, failure in sugar control. Okay, very good. Okay, super. Okay, laziness, exercise not in time, workload, thyroid problem, Anita Daniel. Okay, നമ്മൾ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യും മിസ്റ്റർ ഡാനിയൽ ഇന്ന്. ഓക്കെ, തൈറോയിഡ് പ്രോബ്ലം ഒരു ഹാർമോണൽ ഇംബാലൻസും കൊണ്ട് വരുന്ന ഒരു അസുഖമാണ്. അത് മരുന്നുകൾ ഡോക്ടറിന് പൈസ കൊടുത്തിട്ട് കൺട്രോൾ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. ട്രൈഡ് നോട്ട് ഹാപ്പനിങ്, ട്രാവലിംഗ്. ഓക്കെ, യൂറിക് ആസിഡ് ഇഷ്യൂ. ഓക്കെ, അനൂപ് സാർ എഴുതുക, യൂറിക് ആസിഡ് ഇഷ്യൂ. ഓക്കെ, ഓക്കെ, സോ ഈ 3 തടസ്സങ്ങൾ നിങ്ങൾ പേപ്പറിനകത്ത് എഴുതി വെക്കുക. ഇതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ശരിക്കും നോക്കിയാൽ മോസ്റ്റ് ഓഫ് ദ പ്രൊഫഷണൽസ് ഓൾറെഡി ന്യൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഈ ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ ഈ കാര്യം. ഓക്കെ, പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിട്ടും നമുക്ക്
ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അവിടാണ് മൈൻഡ് സെറ്റിന്റെ കളി വരുന്നത്. കാരണം നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യും, ഓക്കെ, ഒരു എക്സസൈസ് പ്ലാൻ ഫോളോ ചെയ്യും. പക്ഷേ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ മിക്ക സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഡയറ്റ് പ്ലാൻ ശരിക്കും നോക്കിയാൽ, ഓക്കെ, നമുക്ക് ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച വരെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതുവരെ ഒരിക്കലും പഠിച്ചിട്ടില്ല നമ്മളുടെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ് ഒരു ഡയറ്റ് പ്ലാൻ ആക്കി മാറ്റുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഡയറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ 100% നിങ്ങൾ ആ ഫുഡ്, ഓക്കെ, ആ ഫുഡ് നിങ്ങൾക്ക് ലൈഫ് ലോങ് കഴിക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, സമയമില്ലാത്ത സമയത്ത് നമ്മൾ എത്ര ഫാൻസി ജിം മെമ്പർഷിപ്പ് എടുത്താലും നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ കണ്ടിട്ടില്ലേ, ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ പലതവണ ഈ ഒരു എക്സാമ്പിൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യാറുണ്ട്. ഈ ബ്രഷ് ചെയ്യുന്നത്, ഓക്കെ, നമ്മൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. എത്ര തലവേദനയുണ്ട്, എത്ര ജോലി തിരക്കുണ്ട്, എത്ര തിരക്കുണ്ട്, ഓഫീസിൽ എത്ര പെട്ടെന്ന് എത്തുന്നെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്തിട്ടേ പുറത്തിറങ്ങുള്ളൂ. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബ്രഷ് ചെയ്യല് നമ്മളുടെ ഒരു ഹാബിറ്റിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഫിറ്റ്നസ് നമ്മളുടെ ഹാബിറ്റിന്റെ ഒരു ഭാഗം ആകണമെങ്കിൽ ആദ്യം നമ്മൾ എന്തോ ചെയ്യണം? ഈ ഫിറ്റ്നസ്, ഈ ജീവിതശൈലി, ഈ ഒരു ലൈഫ് സ്റ്റൈല് മുടക്കില്ലാതെ അടുത്ത 3 മാസം തൊട്ട് 6 മാസം വരെ ചെയ്യണം. ഒരു മുടക്കം വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ ഫിറ്റ്നസിനകത്ത് ചിലപ്പോ എൻ്റെ ഏജ് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഒരു ആഴ്ച 2 ദിവസം എക്സസൈസ് ചെയ്യുന്നു. വീട്ടിലെ ഭക്ഷണങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു റൊട്ടീൻ എന്തുമായാലും, എത്ര വെള്ളപ്പൊക്കം ആയാലും, എത്ര തിരക്കായാലും, ഞാൻ ഈ ഒരു റൊട്ടീൻ ഒരിക്കലും മുടക്കത്തില്ല. അപ്പൊ ഈ ഒരു റൊട്ടീൻ നിങ്ങൾ അടുത്ത 3 മാസം മിനിമം ഫോളോ ചെയ്തെങ്കിൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ഓക്കെ, എല്ലാവർക്കും ഈ കാര്യം പിടികിട്ടിയോ? ഈ നമ്മൾ ഇന്ന് ഫിക്സ് ചെയ്യുന്ന ഈ റൊട്ടീൻ നിങ്ങൾ അടുത്ത 3 മാസം ചെയ്താൽ നിങ്ങൾക്ക് 100% നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം ഈ 3 മാസം നിങ്ങൾ വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോൾ പലതവണ നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയും, ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഓക്കെ, ഇത് ചെയ്തിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പിന്നെ ചിലർക്ക് ജോലി തിരക്കുള്ള ആൾക്കാർക്ക് ഓഫീസിൽ പെട്ടെന്ന് ഒരു ബോംബ് പൊട്ടുന്ന പോലെ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കും, അല്ലെങ്കിൽ ഫാമിലിക്കകത്ത് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു വാർത്ത കേൾക്കും. ഓക്കെ, നോർമലി സ്ട്രെസ് കൂടുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ആദ്യം നമ്മളുടെ ഡയറ്റ് ആണ് തെറിച്ചു പോകുന്നത്. ഓക്കെ, നമുക്ക് തന്നെ ഒരു എക്സ്ക്യൂസ് തരാൻ തോന്നും. ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം എൻ്റെ ഹെൽത്ത് ഞാൻ ടേക്ക് കെയർ ചെയ്യും. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന, ഓക്കെ, ലൈഫിൽ ഹെൽത്ത് സംബന്ധിച്ച ഒരു ഗോൾ ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് ആ ഗോൾ സെറ്റിംഗ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും അറിയാം ഫിറ്റ്നസിനകത്ത് എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ചെയ്യാൻ നമുക്കറിയത്തില്ല. പേടിച്ചിട്ട് ഞാൻ ഈ കാര്യം എങ്ങനെയാണ് ഒത്തിരി വർഷങ്ങൾ ചെയ്യുന്നത്, കാരണം നമുക്ക് അതിന്റെ കറക്റ്റ് രീതി അറിയത്തില്ല. അപ്പൊ ഒരു റിയാലിറ്റി എന്താണ്? 90% ഡയറ്റ് പ്ലാൻ ഫെയിൽ ആയി പോകുന്നതിന്റെ കാരണം നമ്മൾ ഡയറ്റും എക്സസൈസിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, മൈൻഡ് സെറ്റിന്റെ പുറത്ത് ഫോക്കസ് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഇത്രയും സമയം കൊണ്ട്, ഓക്കെ, ഈ പറയുന്ന 12 വർഷങ്ങളോളം ആൾക്കാരുടെ വർക്ക് ചെയ്തിട്ട് പല തടസ്സങ്ങൾ ഞാനും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തടസ്സം, ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത് എപ്പോഴും? എൻ്റെ കയ്യിൽ സമയം ഇല്ല. ഓക്കെ, നിങ്ങൾ ഇന്ന് എല്ലാവരും കുറെ ആൾക്കാർ എഴുതിയായിരുന്നു സമയമില്ലായിരുന്നു. ഓക്കെ, സമയമില്ലാത്തത് കൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. സമയമില്ലാത്ത ആൾക്കാരോട് എൻ്റെ സിമ്പിൾ റിക്വസ്റ്റ്, ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമുള്ളൂ. ആ റിക്വസ്റ്റ് ആണ്, ജോലി തിരക്കുള്ള ഒരാളാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര പ്രോഗ്രസ് ചെയ്യും അത്രയും നിങ്ങൾക്ക് സമയം കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ വെയിറ്റ് ചെയ്യുവാൻ എപ്പോഴാണ് എനിക്ക് സമയം കിട്ടുന്നത്, അതൊരിക്കലും നടക്കത്തില്ല. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്താണ്? 5 മിനിറ്റിന്റെ റൂള്, 5 മിനിറ്റ് റൂൾ. ഓക്കെ, 5 മിനിറ്റ് റൂൾ എന്താണ്? 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്
നിങ്ങൾക്ക് ഡെയിലി എടുക്കാൻ സാധിക്കുമോ? എന്റെ ചോദ്യമാണ്, അതിന്റെ ഉത്തരം തരൂ ചാറ്റ് ബോക്സിനകത്ത്. 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി എടുക്കാൻ സാധിക്കുമോ? ചാറ്റ് ബോക്സിനകത്ത് യെസ് അല്ലെങ്കിൽ നോ എന്ന് എഴുതുക. എടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഈ 5 മിനിറ്റ് ഇൻറ്റു 30 ദിവസം 150 മിനിറ്റ് ആണ്. ഓക്കെ, 150 മിനിറ്റ് എന്ന് പറഞ്ഞാല് 2 മണിക്കൂറിനെക്കാട്ടി കൂടുതൽ. തുടക്കത്തിൽ നിങ്ങൾ ആ ഒരു മനസ്സിൽ അതുപോലത്തെ ഒരു ഡിറ്റർമിനേഷൻ വെച്ചാലും അത് മോർ ദാൻ ഇനഫ് ആണ്. ഓക്കെ, നമുക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. ഓക്കെ, വെയിറ്റ് ചെയ്യേണ്ട ഒരാവശ്യം ഇല്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു തുടക്കം അങ്ങ് തുടങ്ങുക. ഓക്കെ, 5 മിനിറ്റ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വീട്ടിൽ നിന്ന് പുറത്തു പോയി ഒന്ന് നടന്നിട്ട് തിരിച്ചു വരിക. ഓക്കെ, ഡെയിലി ഈ ഒരു റൊട്ടീൻ വെക്കുക. 5 മിനിറ്റ് നടന്നിട്ട് തിരിച്ചു വരിക. കംപ്ലീറ്റ് നിങ്ങളുടെ മീൽസ് കഴിക്കുന്ന രീതിയിൽ നിങ്ങൾ കഴിക്കുക. അതിനകത്ത് പോർഷൻ കൺട്രോൾ ഇച്ചിരി ചെയ്യുക. അതിനെപ്പറ്റി നമ്മൾ ഇച്ചിരി സംസാരിക്കും. ഓക്കെ, അത് ഇന്നല്ലായിരിക്കും, 3-ാമത്തെ ദിവസമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 5 മിനിറ്റ് എന്തെങ്കിലും നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ ചെയ്യുക. 2-ാമത്തെ കാര്യം, നല്ലപോലെ വെള്ളം കുടിക്കുക. ഓക്കെ, 3-ാമത്തെ കാര്യം, ഒരു 8 മണിക്കൂർ നല്ലപോലെ ഉറങ്ങുക. മൊബൈൽ ഫോൺ അവോയ്ഡ് ചെയ്യുക, TV ലിമിറ്റിൽ വാച്ച് ചെയ്യുക, ഒരു 8 മണിക്കൂർ നല്ലപോലെ ഉറങ്ങുക. ഈ 3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഒരു മാസം ചെയ്താലും നിങ്ങൾക്ക് 100% എന്തെങ്കിലുമൊക്കെ നല്ല റിസൾട്ട്സ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 5 മിനിറ്റ് റൂൾ ആരും മറക്കരുത്. 2-ാമത്തെ തടസ്സം എന്താണ്? ഓൾ ഓർ നത്തിങ്. ഓൾ ഓർ നത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്, എപ്പോഴാണ് എനിക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം കിട്ടുന്നത്. ചില ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, അവരെ കാട്ടി ബിസി ഒരാള് ഈ ലോകത്തിൽ കാണത്തില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാല് അവര് ശരിക്കും ബിസിയും ആയിരിക്കും, പക്ഷെ എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും നമുക്കില്ല. അപ്പൊ നമ്മൾ ഓർക്കുവാണ്, ഇന്ന് മകർ സംക്രാന്തിയാണ്, ഞാൻ ഇനിയും ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇനിയും ഏപ്രിലിൽ വിഷു ആണ്. ഓക്കെ, വിഷുവും കൂടെ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലൊരു കല്യാണം കാണും. ആ കല്യാണം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിന് ട്രാവൽ ആണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് തുടങ്ങും. അതുവരെ നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ ദീപാവലി, പിന്നെ ന്യൂ ഇയർ, ക്രിസ്മസ്, ഈ കാര്യങ്ങളെല്ലാം വരും. അങ്ങനെയാണ് ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ആദ്യത്തെ കാര്യം, ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദിവസത്തിന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അത് നടക്കത്തില്ല. ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ച് വെച്ച്, ഞാൻ ഏതായാലും എൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം ഞാൻ എൻ്റെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുള്ളൂ, അത് നടക്കത്തില്ല. ഓക്കെ, ഞാൻ നിങ്ങളെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുവല്ല. ഈ ഒരു ഫീൽഡിനകത്ത് ഈ മേഖലയിൽ കുറെ സമയം കൊണ്ട് വർക്ക് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ചെയ്യാനുള്ള ആളാണ് ഇന്ന് തൊട്ട് ഗോൾസ് എഴുതി 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ റെഡി ആയിരിക്കുക. ഓക്കെ, 3-ാമത്തെ തടസ്സം, ഓവർവെൽം ഫ്രം ഇൻഫോ ആൻഡ് ഡയറ്റ്. ആദ്യത്തെ കാര്യം, യൂട്യൂബ് വീഡിയോസ് കാണാൻ നിർത്തുക, ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണാൻ നിർത്തുക. ഓക്കെ, അതിനകത്ത് ചിലര് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ വീഡിയോ കാണും. അത് കഴിയുമ്പോൾ ചിലര് സാലഡ് ഡയറ്റിന്റെ വീഡിയോസ് കാണും. അത് കഴിയുമ്പോൾ ചിലര് അബ്ഡോമിനലിന്റെ എക്സസൈസിന്റെ വീഡിയോ കാണും. ഇതൊന്നും കണ്ടിട്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. കാരണം ഇന്ന് നമുക്ക് മനസ്സിലായി, സിമ്പിൾ കാര്യങ്ങൾ, ഓക്കെ, സിമ്പിൾ കാര്യങ്ങൾ 90 ദിവസം വരെ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 100% എഴുതി വെച്ച് തരാം. ഓക്കെ, എഴുതി വെച്ച് തരാം. 100% നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടും. പക്ഷേ നമ്മൾ ഒത്തിരി ഫാൻസി കാര്യങ്ങൾ നോക്കും. ഓക്കെ, ഒത്തിരി ഫാൻസി കാര്യങ്ങൾ നോക്കും, കുറെ സെലിബ്രിറ്റിമാരുടെ വീഡിയോസ് കാണും, പക്ഷെ അവരുടെ ജീവിതവും നമ്മളുടെ ഷെഡ്യൂളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ, അതുകൊണ്ട് ആ കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യും. 4-ാമത്തെ തടസ്സം, ഓക്കെ, എല്ലാവരും ഈ നോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, ഇമോഷണൽ ട്രിഗർ. ആരൊക്കെ അവരുടെ ലൈഫിനകത്ത്, ഓക്കെ, ആരൊക്കെ അവരുടെ ലൈഫിനകത്ത് ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, സ്ട്രെസ് കൂടുമ്പോ വിശപ്പും ക്രേവിങ്സും കൂടുതലാണ് ഉള്ളത്. ആർക്കൊക്കെ ഈ ഒരു ഫീലിംഗ് ഉണ്ട്, ചാറ്റ് ബോക്സിനകത്ത് യെസ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നമ്മളുടെ സ്ട്രെസ് കൂടുമ്പോ നമ്മളുടെ ക്രേവിംഗ് ലെവല് കൂടാറുണ്ട്. ഓക്കെ, അത് കൂടാതെ ക്രേവിംഗ് ലെവലിന്റെ കൂട്ടത്തിൽ മധുരം കഴിക്കാനുള്ള ടെൻഡൻസി കൂടാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, ഒത്തിരി സ്ട്രെസ് ഉള്ളപ്പോൾ ഒരു ചെറിയൊരു ഐസ്ക്രീം കഴിച്ചാൽ
പെട്ടെന്ന് നമുക്കൊരു റിലീഫ് ഉണ്ട്. ആർക്കൊക്കെ ഇങ്ങനത്തെ ഒരു റിലീഫ് വന്നിട്ടുണ്ട്? നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ട്, അതിന്റെ കൂടുതൽ നമ്മൾ ഒരു മധുരം കഴിക്കും. അതെന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. മധുരം കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഇച്ചിരി ഒരു ഹാപ്പി ഹാർമോൺ, ഓക്കെ, ഡോപ്പമിൻ ഷൂട്ടപ്പ് ആകും. ഓക്കെ, കാരണം സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ ഹാർമോൺ ആണ് ഷൂട്ട് ആകുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ഒരു ഐസ്ക്രീം കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലീഫ് തോന്നും. വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. ഓക്കെ, സോ ഇമോഷണൽ ഈറ്റിംഗ് ലൈഫിൽ നിർത്തുക. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഈ സമയത്ത് വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാം. പക്ഷെ കേരളത്തിലെ ആൾക്കാർക്ക് എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോർത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അവിടെ ഞാൻ ഈ കാര്യങ്ങൾ കുറച്ചാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ കേരളത്തിലെ ആൾക്കാരുടെ ഒരു മെയിൻ പ്രോബ്ലം ഫുഡിനോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഓക്കെ, മുമ്പില് ഒരു പ്ലേറ്റ് നിറച്ച് ബിരിയാണി, ഓക്കെ, ഒരു 4 പൊറോട്ട, ഓക്കെ, ചിക്കൻ കറി, ബീഫ് ഫ്രൈ എല്ലാം മുമ്പിൽ ഇരിപ്പുണ്ട്. വിശപ്പില്ലെങ്കിലും നമ്മൾ മലയാളികളാണെങ്കിൽ 100% പോയി കഴിക്കും. ആരൊക്കെ ഈ കാര്യം എഗ്രി ചെയ്യുന്നുണ്ട്? നമ്മളുടെ മുമ്പില് അടിപൊളി ഫുഡുകൾ എല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് വിശന്നില്ലേലും നമ്മൾ ജസ്റ്റ് പോയിട്ടൊന്ന് കഴിച്ചിട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, അതിന് നമ്മൾ ഇമോഷണൽ ഈറ്റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇമോഷണൽ ഈറ്റിംഗ് ഒരു ഹാർമോണൽ ഇംബാലൻസ് ആണ്. കാരണം നിങ്ങളുടെ ബോഡിയിൽ നിന്ന് മൈൻഡിലോട്ട് സിഗ്നൽ പോകുന്നില്ല നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് പോയി ഫുഡ് കണ്ട് അതിന്റെ ഒരു മണം അടിച്ചിട്ട് നിങ്ങൾ പോയി കഴിക്കും. നിങ്ങൾ പോയി കഴിക്കുമ്പോൾ വിശന്നില്ലേലും നിങ്ങൾ ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് വണ്ണം വെക്കും. അതാണ് നമുക്ക് മോസ്റ്റ്ലി പറ്റുന്നത്. അതുകൊണ്ട് ആക്ച്വലി വിശക്കുമ്പോൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അരി ഭക്ഷണങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സമയം അനുസരിച്ച് ഫുഡ് കഴിക്കാൻ പഠിക്കുക. ഓക്കെ, കാരണം ഫുഡ് നിങ്ങൾ എത്ര കുറയ്ക്കും അത്രയും നിങ്ങളുടെ ക്രേവിങ്സ് കൂടുതലാകും. 5ാമത്തെ തടസ്സം ആൾക്കാർക്ക് എന്താണ് പറ്റുന്നത്? ഓക്കെ, നമ്മൾ എപ്പോഴും ഫാറ്റ് ലോസ്, വണ്ണം, ഇതുപോലത്തെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ 99% നമ്മൾ ഈ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, പക്ഷേ നമ്മൾക്ക് ഇപ്പൊ ഒരു ഡ്രൈവർ വേണം. ഓക്കെ, നമ്മൾ പുതിയ വണ്ടി മേടിച്ച് നമുക്കൊരു ഡ്രൈവർ വേണം. നമ്മൾ ആ ഡ്രൈവറിന്റെ പുറത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ നമുക്കിപ്പോ നമ്മളൊരു ഷോപ്പിംഗ് മോളിലോട്ട് പോകുവാണ്, നമുക്ക് ഒത്തിരി അത്യാവശ്യമില്ലാത്ത സാധനമാണെങ്കിലും നമ്മൾ അതിനകത്ത് പൈസ മുടക്കാൻ നമ്മൾ ഒരിക്കലും പുറയിലോട്ട് പോകത്തില്ല. ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ 100% പൈസ മുടക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഫിറ്റ്നസ് ജേർണി നിങ്ങൾ തുടങ്ങുമ്പോൾ, ഓക്കെ, ഈ കാര്യം എഴുതി വെച്ചോ, ഫിറ്റ്നസ് ജേർണി നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗൈഡഡ് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 100% നിങ്ങളുടെ പൈസ ചെലവാകും. ആരും ഫ്രീക്ക് നിങ്ങൾക്ക് പണി ചെയ്യത്തില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ ഒരു നിസ്സാര ഒരു തുക നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് ആയിട്ട് നിങ്ങൾ ചെലവാക്കിയെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പകരം അതിന്റെ റിട്ടേൺ എന്താണ് കിട്ടുന്നത്? ഒരു കറക്റ്റ് ഗൈഡൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് സമയത്തിൽ എത്താൻ പറ്റും. ഓക്കെ, അതിന്റെ പകരം നമ്മൾ ഈ കാണുന്ന ഡയറ്റ് ചെയ്യും, ചിലപ്പോൾ നമുക്കത് ഏക്കും, ചിലപ്പോൾ ഏക്കത്തില്ല. ഏറ്റില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആകും, വീണ്ടും നമ്മൾ ആ കാര്യം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി പല വിധത്തിൽ അതിന് നമ്മൾ ഹാം ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഫിറ്റ്നസ് നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് താല്പര്യം, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമുള്ള ഒരാളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തുടങ്ങണം. ഓക്കെ, അതാണ് എൻ്റെ നിങ്ങളോട് റിക്വസ്റ്റ്. അത് ഞാനോ അതോ എൻ്റെ സ്ഥാപനത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളുടെ കൂട്ടത്തിൽ, നോളജ് ഉള്ള ഒരാളുടെ കൂട്ടത്തിൽ. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കുറെ സമയം ലാഭിക്കാൻ പറ്റും. 6ാമത്തെ കാര്യം, ഓക്കെ, എല്ലാവരും ഷോർട്ട് കട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാവരും ഷോർട്ട് കട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഹൗ മെനി ഓഫ് യു ഹാവ് ട്രൈഡ് ഹെർബ ലൈഫ് ഇൻ യുവർ ലൈഫ്? ഹെർബ ലൈഫിന്റെ പൊടി ആരൊക്കെ കഴിച്ചിട്ടുണ്ട്? ഓണസ്റ്റ്ലി ചാറ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്യണം. ഞാൻ അതിന്റെ ഒരു കേസ് സ്റ്റഡി നിങ്ങളുടെ കൂട്ടത്തിൽ ഷെയർ ചെയ്യാം. അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം.
യെസ്. ഓക്കെ. നോ നോ നോ. ഓക്കെ, നോക്കാം നമുക്ക് എത്ര ആൾക്കാരുണ്ട് യെസ്സുകാര്. ഓക്കെ, യെസ്, നോ. ഓക്കെ, നോ നോ. ഓക്കെ, സോ ഒരു കാര്യം മനസ്സിലാക്കുക, ഹർബ ലൈഫ് അല്ല, ഏതെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഈ വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന, വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് 100% ഒരു സ്കാം ആണ്. ഈ ഹർബ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനി ഒത്തിരി നല്ല കമ്പനി ആയിരിക്കും, എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തില്ല, പക്ഷെ അവർ ചെയ്യുന്ന കാര്യം എനിക്ക് 100% അറിയാം, കാരണം ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഹർബ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനി ഓക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഹർബ ലൈഫ് ശരിക്കും പറഞ്ഞാല് ഓക്കെ ഒരു സപ്ലിമെന്റ് കമ്പനിയാണ്. അവർ നമുക്കൊരു പൊടി തരും, ആ പൊടിയാണ് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന മീൽസ് ഒന്നും കഴിക്കത്തില്ല. നമ്മൾ ഈ മീൽസ് കഴിക്കാതെ ഈ പൊടി മാത്രം കലക്കി കുടിച്ചാൽ 100% നമ്മളുടെ വെയിറ്റ് കുറയും. വെയിറ്റ് അല്ല പ്രശ്നം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഈ പൊടി കുടിച്ചില്ലെങ്കിലും നിങ്ങൾ ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചാൽ നിങ്ങളുടെ വെയിറ്റ് കുറയും. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആ ഒരു കാര്യം ഹെൽത്തി ആണോ അല്ലയോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, പൊടി ഒരു തവണ കഴിച്ചിട്ട് പൊടി നമ്മൾ നിർത്തുവാണെങ്കിൽ കുറഞ്ഞ വെയിറ്റ് അതേപോലെ കൂടും. ഹർബ ലൈഫുകാര് ഈ പൊടി കഴിച്ചിട്ട് ഓക്കെ കുറഞ്ഞ വെയിറ്റ് അതേപോലെ കൂടിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. പൊടി നിങ്ങൾ കഴിച്ച് ഓക്കെ, ഈ പൊടി എന്ന് പറഞ്ഞാൽ 5000 രൂപയുടെ പൊടിയാണ് എല്ലാ മാസവും. ഓക്കെ, വേണ്ട, ബിന്ദു മാഡം എഴുതുന്നുണ്ട് യെസ് എന്ന്, സരദ മാഡം യെസ് എന്ന് എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റല്ല. ഓക്കെ, കാരണം ഈ പൊടി നമ്മൾ കഴിക്കും, കഴിച്ചിട്ട് നമ്മളെ വെയിറ്റ് കുറയും, കാരണം നമ്മളൊന്നും കഴിക്കുന്നില്ലല്ലോ, അപ്പൊ വെയിറ്റ് കുറയും. അതിന് അത് കുറയുമ്പോ നമ്മൾ ആ കാര്യം എത്ര ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? 2 മാസം, 3 മാസം, 4 മാസം, അതിന്റെ അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഇന്റർണൽ ഓർഗൻസ് ഡാമേജ് ആയി പോകും. ഓക്കെ, ചിലർക്ക് പൊടി നിർത്തിയ പിന്നെ വണ്ണം നേരത്തേലും ഡബിൾ ആയിട്ടുണ്ട്. ഈ കാര്യം ശ്രദ്ധ മാഡമും ബിന്ദു മാഡം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, പൊടി ഈ പറയുന്ന ക്വിക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പകരം ഒരു ലോങ് സസ്റ്റൈനബിൾ കാര്യം ആണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഒബീസിറ്റി ശരിക്കും പറഞ്ഞാൽ ഒരു മെന്റൽ ട്രാപ്പ് ആണ്. ഒബീസിറ്റിയും കൊണ്ട് ആദ്യം ഓക്കെ, വണ്ണം കൊണ്ട് ആദ്യം നമുക്ക് വണ്ണം എങ്ങനെയാണ് വരുന്നത്? ആദ്യം നമുക്ക് സ്ട്രെസ് ആണ്. ഓക്കെ, ഈ സ്ട്രെസ് വരുമ്പോ നമ്മൾ ഓവർ ഈറ്റിംഗ് ചെയ്യും. ഓക്കെ, ഓവർ ഈറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു ഗിൽറ്റ് വരും. ഗിൽറ്റ് വരുമ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂസ് ഈ സൈക്കിൾ ചെയ്യുമ്പോൾ നമ്മളുടെ വെയിറ്റ് ഗെയിൻ ആകും. ഓക്കെ, ആ വെയിറ്റ് വീണ്ടും കാണുമ്പോൾ നമുക്ക് വീണ്ടും സ്ട്രെസ് വരും. വീണ്ടും സ്ട്രെസ് വരുമ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും ഓവർ വെയിറ്റ് ചെയ്യും. അവിടുന്ന് നമുക്ക് ഗിൽറ്റ് തോന്നും, അവിടെ നമ്മുടെ വെയിറ്റ് കൂടും, വീണ്ടും നമ്മൾ വെയിങ് സ്കെയിൽ നോക്കുമ്പോൾ നമുക്ക് വീണ്ടും സ്ട്രെസ് വരും. അപ്പൊ ഇതൊരു വിഷ്യസ് സൈക്കിൾ എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ please be very very conscious about it. Okay, so obesity is not laziness, it is a lifestyle disorder. Okay, obesity ഒരു ലേസിനെസ് അല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ബൂട്ട് ക്യാമ്പിനകത്ത് ഓക്കെ നമ്മളുടെ ജീവിതശൈലി ഫിറ്റ്നസിന്, നമ്മളുടെ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് അതാണ് നമുക്ക് ടുഗദർ പഠിക്കേണ്ടത്. എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഒത്തിരി ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ എല്ലാവരും ഡയറ്റും എക്സസൈസിന്റെ പുറയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡയറ്റും എക്സസൈസും കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടത്തില്ല. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു ഡയറ്റ് പ്ലാൻ തരാനായിട്ട് റെഡിയാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ബോഡി ടൈപ്പ് അനുസരിച്ച് എനിക്ക് മാക്സിമം 10 മിനിറ്റ് മാത്രം എടുക്കുകയുള്ളൂ. പക്ഷേ ആ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് 2 ആഴ്ച മാത്രം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡയറ്റ് പ്ലാനിന്റെ അടിസ്ഥാനം കറക്റ്റ് അല്ല. അതാണ് മൈൻഡ് സെറ്റ്. ഓക്കെ, ഞാനപ്പോ മുമ്പിലോട്ട് പോകുന്നതിന് മുമ്പിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഡോക്ടർ ഓക്കെ, ഒരു ഒത്തിരി ഫേമസ് ഒരു ഡോക്ടർ, പുള്ളിക്കാരത്തിക്ക് PCOS PCODയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഈ പറയുന്ന പോലെ
എല്ലാ ലൈഫിലെല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിക്കകത്ത് വന്നത്. അപ്പൊ 2 പെൺകുട്ടികളാണ് പുള്ളിക്കാരിത്തിക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരിത്തിക്ക് എങ്ങനെയാണ് ഒരു 3 മാസത്തിനകത്ത് ഹാർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റിയത്, അത് ഞാൻ നിങ്ങളെ ഒരു ടെസ്റ്റിമോണിയൽ ത്രൂ കാണിക്കാൻ പോകുവാണ്. എല്ലാവരും എനിക്ക് ഒറ്റ ഒരു സെക്കൻഡ് തരണം. ഓക്കെ, ഞാൻ സ്ക്രീനിന്റെ പുറത്ത് അത് ഷെയർ ചെയ്യുവാണ്. ജസ്റ്റ് 1 സെക്കൻഡ് പ്ലീസ്. എല്ലാവരും ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഡോക്ടർ രജനിയുടെ ടെസ്റ്റിമോണിയൽ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഹോൾഡ് ഓൺ എ സെക്കൻഡ്. എന്റെ പേര് ഡോക്ടർ രജനി, ഞാൻ കൊടുങ്ങല്ലൂരിനാണ്. ഓക്കെ, ജസ്റ്റ് 1 സെക്കൻഡ്. ഇത് യാദൃശികമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. എന്റെ പേര് ഡോക്ടർ രജനി, ഞാൻ കൊടുങ്ങല്ലൂരിനാണ്. ഞാനിത് യാദൃശികമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അപ്പൊ എനിക്ക് തോന്നി, ശരി, നമ്മുടെ വീട്ടിലെ ഫുഡും കഴിച്ച് വളരെ മിനിമം എക്സസൈസും ചെയ്ത് എങ്ങനെ വെയിറ്റ് കുറയ്ക്കും, ഒരു ക്യൂരിയോസിറ്റി കാരണം ഒന്ന് കയറി. അതിന് ശേഷമാണ് ഞാൻ ഹാൻസുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ഒരുപാട് ഇതുപോലത്തെ വർക്ക്ഔട്ട്സും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്ത് അകക്കുളമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു ഇതും അത് തന്നെ ആയിരിക്കും എന്നും വെച്ചോണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഡേ വർക്കൗട്ടിന് ജോയിൻ ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചത് നടക്കില്ല, എന്നെ കൊണ്ട് ഇതാവില്ല, ഇത് പഴയതുപോലെ തന്നെ ഞാൻ കിടപ്പാവുന്ന വിഷയം തന്നെയാണ്. ബട്ട് ഓൺ ദ കോൺട്രറി, എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ഡേ തന്നെ 15 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യിച്ചു. അപ്പൊ എന്നെ അത് അതിശയിപ്പിച്ച് 15 മിനിറ്റ് വർക്കൗട്ട് ചെയ്താൽ വണ്ണം കുറയുമോ എന്നായി എനിക്ക്. ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ ആസ് യൂഷ്വൽ പോലെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എനിക്കത് ജോയിൻ ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ എനിക്ക് സ്പോണ്ടിലോസിസ് ഉണ്ട്, PCOS ഉണ്ട്, അല്ലാതെ കുറച്ച് നെർവ് ഇഞ്ചുറീസ് ഉണ്ട്. കൈക്കൊരു നെർവ് ഇഞ്ചുറി ഉണ്ട്, അത് കൂടാതെ ബാക്കിന് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ ഇതിന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടാണ് ഞാൻ ഇതിന് ജോയിൻ ചെയ്തത്. അപ്പോഴും ഹാൻഡ്സ് വളരെ കൂളായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് ഡേ 15 മിനിറ്റ്സ് എടുത്തുള്ളൂ. പിന്നെ വീട്ടിലെ തന്നെ ഫുഡ് കഴിച്ചോളാൻ പെർമിഷൻ. അപ്പൊ എന്റെ ഇഷ്ടം എന്താണോ, ഞാൻ എന്തൊക്കെയാണോ കഴിക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള ഒരു ഡയറ്റ് തന്നു എനിക്ക്. അപ്പോൾ ഇറ്റ് വാസ് ഓക്കെ ഫോർ ദ ഫസ്റ്റ് ടൈം. പിന്നെ എനിക്ക് എപ്പോഴത്തെ ഒരു ടെൻഷൻ അതാണ്, നമ്മളിപ്പോ ഏതൊരു ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക്ഔട്ട് പ്ലാൻസിൽ ജോയിൻ ചെയ്താൽ അവര് എപ്പോഴും മോണിറ്റർ ചെയ്യുമ്പോൾ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ടെൻഷനാണ്, എനിക്ക് മാത്രം വെയിറ്റ് കുറയുന്നില്ലേ എന്നുള്ളത്. സോ എനിക്ക് എപ്പോഴും ഹാൻസിന്റെ ഒരു എൻകറേജ്മെന്റ് ഉണ്ടായിരുന്നു അവിടെ, ഡോണ്ട് വറി, വെയിറ്റ് കുറയണ്ട, നമുക്ക് ഫാറ്റ് ലോസ് മതി എന്നുള്ളത്. അത് ഉണ്ടാവുന്നുണ്ട്, കുറച്ചായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഭയങ്കര റിലാക്സേഷൻ ആയി സത്യത്തിൽ. അപ്പൊ ഇത്രയും ഹെൽത്ത് പ്രോബ്ലംസും വെച്ച് എന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതായിരുന്നു. അതിന് എനിക്ക് ഒട്ടും സമയമില്ല. ഞാനൊരു സിംഗിൾ പേരന്റ് ആണ്, 2 കുട്ടികളുണ്ട്, അവർ രണ്ടുപേരും ബോർഡ്സിന് അപ്പിയർ ചെയ്യുന്ന വർഷമാണിത്. അപ്പം ആകെ ഒരു ഹെക്ടിക് ഷെഡ്യൂളിൽ ഓടുന്ന ആളാണ്. എന്നോട് 15 മിനിറ്റ് വർക്കൗട്ട് മതി, അതും വീക്ക്ലി ത്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യമല്ല. അത് ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ വെച്ചാൽ. കാരണം നമ്മൾ ഏത് വർക്ക് പ്ലാൻസിൽ ഇപ്പൊ ഹെൽത്തിഫൈ അങ്ങനത്തെ എന്തിൽ ജോയിൻ ചെയ്താലും ഡെയിലി വർക്കൗട്ട് ചെയ്യണം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, 4-5 ലിറ്റർ വെള്ളം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നുമില്ല. എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പകുതി ടെൻഷൻ കുറഞ്ഞു. ആ ടെൻഷൻ കുറഞ്ഞതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ ഞാൻ കുറച്ചൊന്ന് മോട്ടിവേറ്റ് ആയിട്ട് നിന്നത്. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ കടന്ന് പിന്നോട്ട് പോകുന്നത് കണ്ടാൽ എന്നെ പുഷ് ചെയ്യും. മാഡം ഇപ്പൊ നമ്മുടെ ഒരു 90 ദിവസത്തെ പ്രോഗ്രാമിനകത്തായിരുന്നു, ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ രീതിയിലാണോ മാഡത്തിന് എന്തെങ്കിലും ചേഞ്ചസ് കിട്ടിയിട്ടുള്ളത്? തീർച്ചയായിട്ടും. ഞാൻ പലരോടും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് ഇങ്ങനെ ഒരു വർക്കൗട്ട് പ്രോഗ്രാമിൽ ഞാൻ ഉണ്ട്, എനിക്കത് ഒരുപാട് ഇഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് ഞാൻ പറയുണ്ടായി. എന്നിട്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം ഇന്നത്തെ ഒരു ഫാസ്റ്റ് പേസ് ലൈഫിൽ ഇത്രയും വർക്കൗട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇപ്പൊ എന്റെ സമയം അനുസരിച്ച് ഹാൻഡ്സ് വേറൊരു ക്ലാസ്സും കൂടെ ഒരു ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. സോ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് ക്ലാസ്സസ് കിട്ടുന്നു. അതും 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് മാക്സിമം മതി വർക്കൗട്ട്. ബാക്കി നമ്മുടെ ഓക്കെ. സോ ഇത് ശരിക്കും പറഞ്ഞാല് ഡോക്ടർ രജനിയുടെ ഒരു ചെറിയൊരു ടെസ്റ്റിമോണിയൽ ആയിരുന്നു. ഓക്കെ, സോ ജസ്റ്റ് ഒറ്റ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, സോ ഈ ടെസ്റ്റിമോണിയലും കൊണ്ട് ഓക്കെ എല്ലാവർക്കും എന്റെ പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടെസ്റ്റിമോണിയലും കൊണ്ട് നമുക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ കാര്യം, നമ്മൾ ഈ അധികം തലവേദന പിടിച്ച ഡയറ്റുകൾ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മെക്കാനിസം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടായിരുന്നു, ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല.
പുള്ളിക്കാരത്തി ഒരു ഡോക്ടറായിട്ട് ഡോക്ടർമാർക്ക് നമ്മളെക്കാട്ടി കൂടുതൽ വിവരമാണ് ഹെൽത്തിനെ പറ്റി. ഓക്കെ, അവരും ഡീമോട്ടിവേറ്റഡ് ആകും. കാരണം വർക്ക് പ്രഷർ അങ്ങനെയാണ്. പുഷ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ 100%, ഓക്കെ, നമുക്ക് നമ്മളുടെ ഗോളിന്റെ അടുത്ത് പെട്ടെന്ന് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ 90 ഡേയ്സിനകത്ത് ഒരു 10 കിലോ വരെ നമുക്ക് കുറയ്ക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം മൈൻഡ് സെറ്റ്, പ്രവൃത്തി, അത് കൂടാതെ സപ്പോർട്ട്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ലാസ്റ്റിൽ നിങ്ങൾക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ ഞാനിത് സർക്കിൾ ചെയ്യാം. ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനാൽ നമുക്ക് ആദ്യത്തെ കാര്യം എന്താണ് വേണ്ടത്? സ്ട്രോങ് മൈൻഡ് സെറ്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമുക്ക് വേണ്ടത് ആക്ഷൻ, മൂന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് സപ്പോർട്ട്. ഓക്കെ, ആരൊക്കെ ഈ പറയുന്ന കാര്യം എഗ്രി ചെയ്യുന്ന ഡോക്ടർ രജനീനെ പോലെ ഓക്കെ ഒരു ട്രാൻസ്ഫോർമേഷന് റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ എല്ലാവർക്കും തുടക്കത്തിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തായിരുന്നു. ഓക്കെ, എല്ലാവരും അവരുടെ ആ പറയുന്ന തടസ്സങ്ങൾ പേപ്പറിനകത്ത് എഴുതുക. ഓക്കെ, എല്ലാവരും ചാറ്റ് ബോക്സിന്റെ പുറത്ത് ആക്റ്റീവ് ആയിരിക്കണം. കാരണം നമ്മൾ ഈ സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്കിനി അറിയാൻ പറ്റത്തില്ല ഈ ബൂട്ട് ക്യാമ്പ് എപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും രണ്ടുപേർക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. പ്ലീസ് ബി വെരി പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, സോ ആദ്യത്തെ കാര്യം നമ്മൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിറ്റ്നസ് ജേർണിക്കകത്ത് നമ്മളുടെ ഗോൾസ് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഗോൾസ് എഴുതി വെക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആ കാര്യം ഷെയർ ചെയ്യുവാണ്. ഒറ്റ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ഇന്നത്തെ നമ്മളുടെ സെഷൻ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം നിങ്ങളുടെ കൂട്ടത്തിൽ ഷെയർ ചെയ്യും. ഓക്കെ, സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്തതാണ്. 90 ദിവസത്തെ നമ്മളുടെ 90 ഡേ ചാലഞ്ച് ഗോൾ കാർഡ്. ഓക്കെ, ഗോൾ കാർഡിനകത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ കാര്യം, ഈ ഒരു ഗോൾ കാർഡ് ശരിക്കും വായിച്ചു നോക്കുക. അതിനകത്ത് ഗോൾസ് എങ്ങനെയാണ്, അപ്പൊ ഗോൾസ് എഴുതേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഗോൾസ് ഒരിക്കലും എഴുതത്തില്ല ഐ വോണ്ട് ടു ലൂസ്. ഓക്കെ, ഐ വോണ്ട് ടു ലൂസ് 10 kgs, ഐ വോണ്ട് ടു റിവേഴ്സ് ഡയബറ്റീസ്. നമ്മൾ എഴുതേണ്ടത് അത് പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ, പ്രസന്റ് ടെൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വിഷ്വലൈസ് ചെയ്യുവാണ്. നമ്മൾ 10 കിലോ കുറച്ച്, നമ്മൾ ഓൾറെഡി വിഷ്വലൈസ് ചെയ്യുവാണ്. ഡയബറ്റീസ് മാറ്റി, തൈറോയിഡ് ഓൾറെഡി മാറ്റി. അപ്പൊ ഞാൻ അതിനകത്ത് ഗോൾ എഴുതും, my name is Anup. I am already in the process of reversing my diabetes. I am Sarda. I am already in the process of reversing my knee pain. Okay, I am Hans. I am already in the process of losing 10 kgs. Okay, പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഗോൾസ് എഴുതേണ്ടത്. അപ്പൊ ഈ ഗോൾ കാർഡിനകത്ത് നിങ്ങളുടെ ഹെൽത്ത് ഗോൾ നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, ലൈഫിനകത്ത് ഫിറ്റ്നസ് സംബന്ധിച്ച്, ഹെൽത്ത് സംബന്ധിച്ച് ഒരിക്കലും ഒരു ലക്ഷ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജോലി തിരക്കിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ജോലിക്കകത്ത് നമുക്കൊരു ടാർഗറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് പോയി എത്തുന്നത്? എങ്ങും എത്താൻ പറ്റത്തില്ല. കോളേജിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലൈഫിൽ ഒരു എയിം ഇല്ല, എനിക്ക് വലുതായിട്ട് ഇതാകണം, ഡോക്ടർ ആകണം, ഓക്കെ, പൈലറ്റ് ആകണം, അതുപോലത്തെ ഒരു ഗോൾ ഇല്ലെങ്കിൽ അവർക്ക് എങ്ങും എത്താൻ പറ്റില്ല. അതേപോലെ ഇൻ ഫിറ്റ്നസ് യു നീഡ് ടു ഹാവ് എ ഗോൾ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ഓക്കെ, ചിലപ്പോൾ കുറെ ആൾക്കാർ എന്നെക്കാട്ടി കുറെ മൂത്ത ആൾക്കാർ നമ്മളുടെ കൂട്ടത്തിൽ ഇന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ഈ പേപ്പറിനകത്ത് എന്തോ എഴുതാനാ ഈ ഒരു പ്രായത്തിൽ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങളില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് മൈൻഡിനകത്ത് ക്ലിയർ അല്ലെങ്കിൽ യു വിൽ നെവർ ബി ഏബിൾ ടു ഗെറ്റ് റിസൾട്ട്സ്. ഞാൻ എഴുതിയിട്ട് നിങ്ങളുടെ മുമ്പിൽ സൈൻ ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് യുവർ ഗോൾ ഹിയർ. ഓക്കെ, വൈ ദിസ് ഗോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
2016 വരെ ഞാൻ ബാംഗ്ലൂരിൽ ഓക്കെ മില്ലേഴ്സ് റോഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മില്ലേഴ്സ് റോഡ് റിച്ച്മണ്ട് ടൗണിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2006 തൊട്ട് 2016 10 വർഷങ്ങൾ എനിക്ക് എൻ്റെ ഹെൽത്ത് ഒരു ഡൗൺഫോളിലോട്ട് പോയിട്ടും എനിക്ക് മനസ്സിലായില്ല. കാരണം നല്ല ജോലിയായിരുന്നു, ഓക്കെ, ശനിയാഴ്ച ഞായറാഴ്ച അടിച്ചു പൊളിക്കുമായിരുന്നു. പക്ഷെ ലൈഫിനകത്ത് ഒത്തിരി പ്രോകാസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നാളെ മറ്റന്നാള് അങ്ങനെ കുറെ വർഷങ്ങൾ പോയി. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് 2016 ICU ഇറങ്ങിയപ്പോൾ, ഓക്കെ, എനിക്ക് ICU കയറിയപ്പോൾ ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, BP, ഡയബറ്റീസ് 4 അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയൊരു കുട്ടിയുടെ അച്ഛനും കൂടെ ആയിരുന്നു ഞാൻ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരത്തി ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മളുടെ ഹെൽത്ത് വീക്ക് ആണെങ്കിൽ 100% അതിന്റെ കംപ്ലീറ്റ് ഒരു ട്രോമ അല്ലെങ്കിൽ വിഷമം നമ്മളുടെ ഫാമിലി മെമ്പേഴ്സും കൂടെ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, കാരണം അവര് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, സോ ആ ദിവസം ഞാൻ ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സിനോട് ഒരു പ്രോമിസ് ചെയ്തായിരുന്നു, ഞാൻ എൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, ഞാൻ കാരണം ഒരിക്കലും നിങ്ങൾ ആരും സഫറും കൂടെ ചെയ്യത്തില്ല. ഓക്കെ, സോ എൻ്റെ ലൈഫിൽ ഞാൻ ഈ പറയുന്ന ഫിറ്റ്നസ് ജേർണി, ഓക്കെ, ഞാൻ എന്തിനാണ് തുടങ്ങിയ ആ ഒരു വൈ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വൈ ദിസ് ഗോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, you have to write your why. My why was my family. Okay, now the question today is, what is your why? നിങ്ങളുടെ why എന്താണ്? നിങ്ങൾക്ക് വെറും ഒരു വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ സത്യമായിട്ടും വെയിറ്റ് കുറയും, പക്ഷേ ഒത്തിരി ദിവസങ്ങൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മളൊരു കാര്യം കണ്ടിട്ടില്ലേ, ചെറിയൊരു ഉദാഹരണം തരാം. നമ്മൾ എപ്പോഴെങ്കിലും നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഗോളിന്റെ പർപ്പസ്, ഫോർ എക്സാമ്പിൾ ഇഫ് ഇന്ത്യൻ ടീം, ഓക്കെ, ഇന്ത്യൻ ടീം നമ്മളുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ കൺട്രിക്ക് വേണ്ടിയിട്ട് കളിക്കുവാണെങ്കിൽ അതിന്റെ ഓവറോൾ എനർജി എന്തൂസിയാസം ഒത്തിരി ഡിഫറെന്റ് ആണ്. പക്ഷേ അവര് പൈസയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ സ്വന്തം അതിന് വേണ്ടിയിട്ട് ഫെയിമിന് വേണ്ടിയിട്ടാണ് കളിക്കണമെങ്കിൽ അതിനകത്ത് ഒരു ഇമ്പാക്ട് ഒത്തിരി ഡിഫറെന്റ് ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് യുവർ വൈ? ഇന്ന് ചിന്തിക്കുക, എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നത്? ഫാമിലി മെമ്പേഴ്സ് ആണോ, നിങ്ങൾക്ക് സ്വന്തമായിട്ടാണോ, അല്ലെങ്കിൽ അസുഖങ്ങൾ മാറ്റാനായിട്ടാണോ, എന്തിനാണ്? ഓക്കെ, അപ്പൊ ഈ വൈ ക്ലിയർ ആണെങ്കിൽ എത്ര സ്ട്രെസ് വന്നാലും എന്തോ ആണെങ്കിലും നിങ്ങളുടെ റൊട്ടീൻ പൊട്ടത്തില്ല. നമ്മളുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ റൊട്ടീൻ പൊട്ടാൻ പാടില്ല. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പ്ലീസ് റൈറ്റ് യുവർ വൈ ഹിയർ. അത് കൂടാതെ നിങ്ങൾ പറഞ്ഞ 3 തടസ്സങ്ങൾ, ബാരിയേഴ്സ് ദാറ്റ് യൂഷ്വലി സ്റ്റോപ്പ് മീ. ഓക്കെ, ആ ബാരിയേഴ്സ് നിങ്ങൾ ഇവിടാണ് എഴുതേണ്ടിയത്. ഹൗ ഐ വിൽ ഓവർകം ദീസ് ബാരിയേഴ്സ്, അത് നിങ്ങൾ ഇവിടാണ് എഴുതേണ്ടിയത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് സിഗ്നേച്ചർ. ഓക്കെ, അപ്പൊ രാവിലെ എല്ലാ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോൾ ചായ കാപ്പി എന്തെങ്കിലും കുടിക്കുമ്പോൾ ഈ പറയുന്ന ഗോൾ കാർഡ് കയ്യിലോട്ട് വെക്കുക. കയ്യിലോട്ട് വെച്ചിട്ട് ഈ നിങ്ങളുടെ ഗോൾസ് വായിക്കുക. ഓക്കെ, ഈ ഗോൾ കാർഡിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു ഹെൽത്തി രൂപം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കലും ഫിസിക്കലി നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ പ്ലീസ് ബി വെരി വെരി ക്ലിയർ. ആദ്യം നമ്മളുടെ ഗോൾ മനസ്സിലാണ് മാനിഫെസ്റ്റ് ആകുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വൽ ലൈഫിൽ മാനിഫെസ്റ്റ് ആകുന്നത്. ആരൊക്കെ ഈ കാര്യം എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് എഗ്രി എന്ന് എഴുതുക. ഞാൻ പറഞ്ഞ കാര്യം സിമ്പിൾ ആണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഗോള് ആദ്യം മാനിഫെസ്റ്റ് ആയില്ലെങ്കിൽ പ്രാക്ടിക്കൽ റിയൽ ലൈഫിൽ റിയൽ ടൈമിൽ ആ ഗോള് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വലിയ വലിയ ആൾക്കാർ, ഓക്കെ, വലിയ ബിസിനസ്മെൻ, വലിയ CEOs, അവരൊക്കെ ഒരു ഇയർലി 10-year ഗോളൊക്കെ വെക്കാറുണ്ട്. അവർ ആദ്യം തന്നെ മാനിഫെസ്റ്റ് ചെയ്യും, ഞാൻ ഒരു 10 വർഷത്തിനകത്ത് നമ്മളുടെ സ്ഥാപനം ഈ ഒരു ലെവലിലെത്തും. ഓക്കെ, അത് ആക്ച്വൽ റിയാലിറ്റി ആണ്. കുറെ സെലിബ്രിറ്റീസിന്റെ കുറെ വീഡിയോസ് ഉണ്ട് മാനിഫെസ്റ്റേഷന്റെ പുറത്ത്. സോ പ്ലീസ് റൈറ്റ് യുവർ ഗോൾസ്, കമ്മിറ്റ്മെന്റ് സിഗ്നേച്ചർ. ഈ ഗോൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിന്റെ പുറത്ത് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ 100% നിങ്ങൾക്ക് എന്റെ കോൺഫിഡൻസ് ബോറോ ചെയ്യാം. എന്റെ കോൺഫിഡൻസ് നിങ്ങളെ പോലത്തെ 5000 മലയാളികളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം അവർ ഈ പറയുന്ന പോലെ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു അത്ഭുതം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാതിരിക്കുവാണെങ്കിൽ. ഓക്കെ, സോ ഈ ഗോൾ കാർഡ് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട്
നാളത്തെ സെഷന്റെ മുമ്പിൽ നിങ്ങൾ എനിക്ക് അയക്കണം. ഓക്കെ, ആരൊക്കെ ഈ ഒരു ചെറിയ ആക്ടിവിറ്റിക്ക് റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു തംസ് അപ്പ് ഇടുക. ഈ ഗോൾ കാർഡ് നിങ്ങൾ കംപ്ലീറ്റ്ലി നിറച്ചിട്ട് ഈ ഗോൾ കാർഡ് നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്കറിയണം എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗോൾസ് എന്താണ്. ഓക്കെ, അല്ലാതെ ലാപ്ടോപ്പ് തുറന്ന് അവിടുന്ന് ഒരു ഡയറ്റ് പ്ലാൻ 100 ആൾക്കാർക്ക് കൊടുത്ത ഡയറ്റ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തന്നെങ്കിൽ അതിനകത്ത് ഒരു വ്യത്യാസവും നിങ്ങൾക്ക് വരത്തില്ല. കൊടുത്ത പൈസയും മുടങ്ങിപ്പോകും. ഞാൻ ഒത്തിരി ക്ലിയർ കട്ട് ത്രൂ കോൺവെർസേഷൻ ആണ് നിങ്ങളുടെ കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, സോ what you need to do is you need to write your goals in this goal card. Think about it and send your goal card to me by tonight or by tomorrow. Okay, നാളെ വരെ നിങ്ങൾ ഈ ഗോൾ കാർഡ് എനിക്ക് അയച്ചു തരുക. ഓക്കെ, എത്ര ആൾക്കാരാണ് തംസ് അപ്പ് ഇതിന് ഇട്ടിട്ടുള്ളത്? ഓക്കെ, ഹൗ ടു ഫിൽ, ബിന്ദു മാഡം ഈ ഗോൾ കാർഡിന്റെ പുറത്ത് എല്ലാവരും വായിക്കുക. എല്ലാ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ഗോൾ കാർഡ് ആണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, മാഡത്തിന്റെ ഹെൽത്ത് ഗോൾ എന്താണ്, ആ ഗോള് മാഡത്തിന് എന്താണ് ഇമ്പോർട്ടന്റ്, എന്തൊക്കെ തടസ്സങ്ങളാണ്, ആ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എഴുതുക. നമ്മൾ ഈ തടസ്സങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്. ഓക്കെ, ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി. പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്. ഞാൻ ആരോടും ഫോളോ അപ്പ് ചെയ്യത്തില്ല. ബിക്കോസ് എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഹെൽപ്പ് യുവർ സെൽഫ്, God will also not help you. I am very clear cut to the point, on everybody's face. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ പ്ലീസ് എല്ലാവരും ഈ ഒരു ഗോൾ കാർഡ് ഫില്ല് ചെയ്യണം. നിങ്ങൾ രാത്രി 12 മണിക്ക് അയച്ചാലും 2 മണിക്ക് അയച്ചാലും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നാളത്തെ ഈ ഒരു സെഷൻ തുടങ്ങുന്നതിന് മുമ്പിൽ നിങ്ങൾ ഈ ഗോൾ കാർഡ് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ വീണ്ടും നമ്മളുടെ പ്രസന്റേഷനിലോട്ട് പോകുവാണ്. നമ്മളുടെ എക്സസൈസ് ഇച്ചിരി ഉണ്ട്. ഓക്കെ, സോ അത് ചെയ്യുന്നതിന് മുമ്പിൽ ഞാൻ ചെറിയൊരു ആക്ടിവിറ്റി എല്ലാവരുടെയും കൂട്ടത്തിൽ ചെയ്യുവാണ്. ഓക്കെ, സോ എല്ലാവരും ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, എല്ലാവരും ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, ആ പേപ്പറിന്റെ പുറത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞ 3 തടസ്സങ്ങൾ പേപ്പറിന്റെ പുറത്ത് എഴുതുക. പ്ലീസ് പിക്ക് അപ്പ് എ പേപ്പർ. ഈവൻ ഇഫ് യു ഹാവ് ടു സ്വിച്ച് ഓഫ് യുവർ ക്യാമറ, ദാറ്റ് ഈസ് ഓക്കെ, ബട്ട് പ്ലീസ് പിക്ക് അപ്പ് എ പേപ്പർ. റൈറ്റ് യുവർ 3 ബാരിയേഴ്സ്. നിങ്ങളുടെ തടസ്സങ്ങൾ, 3 തടസ്സങ്ങൾ, നിങ്ങളുടെ ഗോൾ വരെ എത്താതിരിക്കാനുള്ള 3 തടസ്സങ്ങൾ പേപ്പറിന്റെ പുറത്ത് നിങ്ങൾ എഴുതുക. ഓക്കെ, പേപ്പറിന്റെ പുറത്ത് എഴുതി കഴിഞ്ഞിട്ട് ചാറ്റ് ബോക്സിനകത്ത് yes എന്ന് ടൈപ്പ് ചെയ്യുക. പ്ലീസ് ടൈപ്പ് yes in the chat box. Please type yes in the chat box. Okay, once you have written your goals on a piece of paper, please type yes in the chat box. Okay, super. Okay, so എല്ലാവരും അവരുടെ കണ്ണുകൾ അടയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഓക്കെ, ആ ഒരു പേപ്പർ നമ്മൾ ആ പേപ്പറിനകത്ത് നമ്മളുടെ ഗോൾസ് എഴുതി. ഓക്കെ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. നമ്മൾ ശരിക്കും ഇതൊരു പേപ്പർ മാത്രമല്ല, നമ്മൾ ആ പേപ്പറിന്റെ പുറത്ത് നമ്മളുടെ ഫിറ്റ്നസ്, നമ്മളുടെ ഹെൽത്ത് ഇതുവരെ നല്ലതാക്കാൻ പറ്റാഞ്ഞ കുറെ തടസ്സങ്ങൾ നമ്മൾ ഒരു പേപ്പറിന്റെ പുറത്ത് എഴുതി. ആ പേപ്പർ നിങ്ങൾ ചുരുട്ടുക. ഓക്കെ, കൈ കൊണ്ട് കംപ്ലീറ്റ്ലി ക്രഷ് ചെയ്യുക. ജസ്റ്റ് ക്രഷ് ദാറ്റ് പേപ്പർ കംപ്ലീറ്റ്ലി ഇൻ യുവർ ഹാൻഡ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കംപ്ലീറ്റ് തടസ്സങ്ങൾ, ബാരിയേഴ്സ് നമ്മൾ ചുരുട്ടി കഴിഞ്ഞു. ഓക്കെ, നൗ ആ പേപ്പർ കംപ്ലീറ്റ്ലി, കണ്ണുകൾ തുറക്കുക. ഓക്കെ, കംപ്ലീറ്റ്ലി ടിയർ ദാറ്റ് പേപ്പർ. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, പേപ്പർ കംപ്ലീറ്റ്ലി നിങ്ങൾ ടിയർ ചെയ്ത് ആ പേപ്പർ നിങ്ങൾ സൈഡിൽ വെക്കുക. അപ്പൊ ശരിക്കും നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം നമ്മളുടെ തടസ്സങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്
തടസ്സങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു തടസ്സങ്ങൾ പേപ്പറിന് പുറത്ത് എഴുതിയിട്ട് നമ്മൾ അത് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു തടസ്സങ്ങൾ കീറിക്കളഞ്ഞു. അപ്പൊ ശരിക്കും നോക്കുവാണെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഇതുവരെയും ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓൾറെഡി നമ്മൾ ഇന്ന് തൊട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങളെ ഇതുവരെയും പിടിച്ചു നിർത്തിയ തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഓൾറെഡി എടുത്ത് മാറ്റി കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും ആ പേപ്പർ സൂക്ഷിച്ചു വെക്കുക. കാരണം നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരു ഫീലിംഗ്, ഒരു 1 വേർഡ് ചാറ്റ് ബോക്സിനകത്ത് നിങ്ങൾ എഴുതുക. ഓക്കെ, പ്ലീസ് റൈറ്റ് ദ 1 വേർഡ് ആഫ്റ്റർ crushing this paper, tearing your barriers. Please write in the chat box. What have you felt? Okay, are you excited, happy, rejoiced, relieved? എന്താണ് നിങ്ങളുടെ ആ ഫീലിംഗ്? ഹാപ്പി, മൈൻഡ് ഫ്രീ ആയി. ഓക്കെ, വാട്ട് എൽസ്? ഓക്കെ, 2 ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശ്രീകണ്ഠൻ ഹാപ്പി. ഓക്കെ, വാട്ട് എൽസ്? ഹാപ്പിനെസ്, ഫുള്ളി ചാർജ്ഡ്. ഓക്കെ, വാട്ട് എൽസ്? അപ്പൊ എല്ലാരും ഇതൊരു പേപ്പറായിട്ട് കാണുവാണെങ്കിൽ ഒരു പേപ്പറാണ്, ഒരു 1000 രൂപയുടെ നോട്ട് ഒരു പേപ്പർ തന്നെയാണ്, പക്ഷെ അതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമ്മളുടെ കംപ്ലീറ്റ് ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഒരു പേപ്പറിന് പുറത്ത് എഴുതി കീറിക്കളഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് ഇന്ന് കളഞ്ഞു നമ്മൾ. ഓക്കെ, സോ നൗ വി ഹാവ് ടു വാക്ക് ദ ന്യൂ പാത്ത്. ആ ന്യൂ പാത്ത് എന്താണ്? നമ്മളുടെ ഗോൾസ് ഈ പറയുന്ന ഗോൾ കാർഡിനകത്ത് നിങ്ങൾ എഴുതുക. ഡെയിലി രാവിലെ, ഓക്കെ, ഡെയിലി രാവിലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ഞാൻ ഓൾറെഡി ആ ഒരു ഗോൾസിൽ എത്തിക്കഴിഞ്ഞ്. തടസ്സങ്ങൾ നമ്മൾ എടുത്തു മാറ്റി, അതുകൊണ്ട് തടസ്സങ്ങൾ നമ്മളെ സ്റ്റോപ്പ് ചെയ്യത്തില്ല. എപ്പോഴെങ്കിലും തടസ്സങ്ങൾ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പേപ്പർ വീണ്ടും നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഒരു തംസ് അപ്പ് തരുക. ഓക്കെ, സൂപ്പർ ആക്ടിവിറ്റി ആണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഫോളോ ചെയ്താൽ. ഓക്കെ, സോ യെസ്, സോ എല്ലാവർക്കും ഞാൻ ഈ ഒരു ഗോൾ കാർഡ് എല്ലാം ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നുണ്ട്. ഓക്കെ, ആരൊക്കെ ചെറിയ ഒരു 10 മിനിറ്റ്സിന്റെ 10 മിനിറ്റ്സിന്റെ എക്സസൈസ് ചെയ്യാനായിട്ട് റെഡിയാണ്? ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ആരൊക്കെ ഒരു 10 മിനിറ്റിന്റെ, ഓക്കെ, അധികം നേരം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, സൂപ്പർ. ഓക്കെ, ജസ്റ്റ് ഹോൾഡ് ഓൺ എ സെക്കൻഡ്. നമ്മൾ സിമ്പിൾ ഒരു എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. ഐ ആം ഫീലിംഗ് യൂറിക് ആസിഡ് പെയിൻ. കുഴപ്പമില്ല, ഇരുന്ന് ശ്രദ്ധിച്ച് കാണുക. നോ പ്രോബ്ലം, നോ പ്രഷർ. ദിസ് ഈസ്, ഈ ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഐ കാൺട്ട്. ഓക്കെ, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ചെയ്യാൻ പറ്റുന്നവര് ചെയ്യുക, ചെയ്യാൻ പറ്റാത്തവര് ഇരുന്ന് വാച്ച് ചെയ്യുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, സോ ആദ്യത്തെ കാര്യം, നമ്മൾ എപ്പോഴും ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പിൽ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പിൽ നമ്മൾ എപ്പോഴും വാം അപ്പ് ചെയ്യും. ഓക്കെ, കൈകൾ നമ്മൾ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ജസ്റ്റ് കീപ് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്. ക്യാമറയിൽ, എല്ലാവരും ക്യാമറയിലാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. സോ യുവർ ചോയ്സ്, യു വാണ്ട് ടു കം ഓൺ ദ ക്യാമറ, ദാറ്റ്സ് ഓക്കെ. ഇഫ് നോട്ട്, ദാറ്റ്സ് ഓൾസോ ഓക്കെ. ഓക്കെ, കീപ് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്. ഓക്കെ, കൈകൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8. ഓക്കെ, സെക്കൻഡ് സ്ട്രെച്ചിങ്. നമ്മൾ ആദ്യം സ്ട്രെച്ചിങ് ചെയ്യുവാണ്. കൈകൾ റിവേഴ്സ് പൊസിഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കൈകൾ ഫ്രണ്ടിൽ വെക്കുക. സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 5 6. Okay, 1 2 3 4 5 6.
1 2 3 4 5 6. ഓക്കെ, ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എണീച്ചിട്ട് ബാക്ക് സ്ട്രെച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് താഴോട്ടൊന്ന് പോകുക, നേരെ നിൽക്കുക. ഓക്കെ, 1, ആദ്യം താഴെ പോകേണ്ട ആവശ്യമില്ല. 2 3 4 5 6. സൂപ്പർ. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ഷോൾഡറിന്റെ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഈ എക്സസൈസ് ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് ഡംബിൾസ് വേണം. ഓക്കെ, ഡംബിൾസ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഓക്കെ, നമുക്ക് സിമ്പിൾ വാട്ടർ ബോട്ടിൽസ് ആണ് വേണ്ടിയത്. ഓക്കെ, സിമ്പിൾ വാട്ടർ ബോട്ടിൽസ്, അത് വെച്ചിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഐ വിൽ ഷോ ടു യു. ജസ്റ്റ് ഗിവ് മീ 1 സെക്കൻഡ്. ഓക്കെ, സിമ്പിൾ ഷോൾഡറിന്റെ ഒരു റൊട്ടീൻ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് 2 kgsന്റെ ഡംബിൾ ആണ്. ഇതൊന്നും നിങ്ങൾ ഇപ്പം മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമൽ ഓക്കെ, 2 വെള്ളത്തിന്റെ കുപ്പി എടുക്കും. നോർമൽ നമ്മുടെ വീട്ടിലുള്ള സെയിം വെയിറ്റ് ഉള്ള 1/2 ലിറ്റർ 1 ലിറ്റർ ഉള്ള വെള്ളം നിറഞ്ഞ കുപ്പികൾ. ഓക്കെ, എക്സസൈസ് നമ്പർ 1 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സെക്കൻഡ് എക്സസൈസ് നമ്മൾ 9:15 എക്സസൈസ് തുടങ്ങിയത്. ഞാൻ നിങ്ങളെ കാണിച്ചത് എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് എക്സസൈസ്, കുപ്പികൾ ഇങ്ങനെ വെക്കുക, അതിന്റെ ക്യാപ്പ് അടച്ചു വെക്കുക. 1 2 3 4 5 6 7 8 9 10. സൂപ്പർ. മൂന്നാമത്തെ എക്സസൈസ് ഓക്കെ, കൈകൾ നമ്മൾ ഫ്രണ്ടിൽ വെക്കുക. ഓക്കെ, ഡംബിൾ ഇങ്ങനെ താത്തി വെക്കുക, ഫ്രണ്ടിൽ വെക്കുക. ഓക്കെ, താത്തി വെക്കുക കൈകൾ. ഓക്കെ ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 3 സെറ്റുകൾ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 10 സെക്കൻഡിന്റെ ബ്രേക്ക് ആണ്. ഓക്കെ, 10 സെക്കൻഡിന്റെ ബ്രേക്ക് ആണ്. ഇരിക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ നിൽക്കുക. ആർക്കെങ്കിലും വെള്ളം കുടിക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കുക, ഒരു 1/2 കവള് വെള്ളം കുടിക്കുക. ഓക്കെ, 2 സെറ്റും കൂടെ നമ്മൾ ചെയ്യും. 2 സെറ്റും കൂടെ നമ്മൾ ചെയ്യും. 3 സെറ്റുകളാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ സെറ്റ് നമ്മൾ ചെയ്ത്, ഇനി രണ്ടാമത്തെ സെറ്റ് ആണ്. ഓക്കെ, സൂപ്പർ. ഓക്കെ, കുറെ ആൾക്കാര് ചിലപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. ഞാൻ എത്ര നല്ല തിയറി പറഞ്ഞു തന്നാലും പ്രവർത്തിച്ചില്ലേല് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സമയമെടുക്കും ഒത്തിരി. ഓക്കെ, എക്സസൈസ് നമ്പർ 1 1 2 3 4 5 6. ഷോൾഡറിന്റെ എക്സസൈസ് ആണ്. 7 8 9 10. എക്സസൈസ് നമ്പർ 2, കൈകൾ ഇങ്ങനെ വെക്കുക. ഓക്കെ, സ്ട്രേറ്റ്, നേരെ മേലോട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ലാസ്റ്റ് എക്സസൈസ്, കൈകൾ നേരെ വെക്കുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ,
ഡംബിൾസ് താത്തി വെക്കുക. 10 സെക്കൻഡിന്റെ ബ്രേക്ക് ലാസ്റ്റ് സെറ്റ് ആണ്. 6 സെറ്റുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് 9:15 നമ്മൾ തുടങ്ങിയത്. 5 മിനിറ്റ് മാത്രം നമുക്കായിട്ടുണ്ട്. ആർക്കെങ്കിലും വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം. In case you would want to drink water, please drink water. Okay, super. അധികം റെസ്റ്റ് നമ്മൾ എടുക്കത്തില്ല. ഡംബിൾസ് വീണ്ടും എടുക്കുക. ഓക്കെ, ചെറിയ ഡംബിൾസ് ആണ്, കണ്ടില്ലയോ? 1 kg 2 kg ഡംബിൾസ് ആമസോണിന്റെ പുറത്ത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഓക്കെ, എക്സസൈസ് നമ്പർ 1, 1 2 3 4 5 6 7 8 9 10. Exercise number 2, 1 2 3 4 5 6 7 8 9 10. Last exercise, final exercise ആണ്. Okay, 1 2 3 4 5 6 7 8 9 10. സൂപ്പർ. അപ്പൊ 9 സെറ്റുകൾ 9:15 നമ്മൾ തുടങ്ങിയതാണ്. മാക്സിമം 7 മിനിറ്റിനകത്ത് 9 സെറ്റുകൾ നമുക്ക് തീർക്കാൻ സാധിച്ചു. ഓക്കെ, നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾക്ക് സമയമില്ലെന്ന്. നമ്മളുടെ ഒരു ഹെൽത്തിന് നമ്മൾ ഈ പറയുന്ന, ഞാൻ ക്ലോക്ക് ആണ് നോക്കുന്നത്, നമുക്ക് ഈ പറയുന്ന 7 തൊട്ട് 8 മിനിറ്റ് എടുക്കാനായിട്ടില്ല. സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ എല്ലാവരും എക്സസൈസ് തീർക്കുന്നതിന് മുമ്പിൽ വാമപ്പ് ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്യുക. 1 2 3 4 5 ആന്റി ക്ലോക്ക് വൈസ്. 1 2 3 4 5. ഓക്കെ, കൈകൾ നമ്മൾ ഇങ്ങനെ വെക്കുക. 1 2 3 4 5 1 2 3 4 5. ഓക്കെ, 1 2 3 4 5. ഓക്കെ, സൂപ്പർ. സോ നമ്മളുടെ എക്സസൈസിന്റെ സെഷൻ ഇത്രയും മാത്രം ഉള്ളു. സോ എക്സസൈസ് ചെയ്ത എല്ലാവരും, എക്സസൈസ് ചെയ്യാത്തവരും, പ്ലീസ് ക്ലാപ്പ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, ഫസ്റ്റ് മൈൽ സ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്ത്, നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു തടസ്സങ്ങൾ നമുക്ക് മനസ്സിലായി. എക്സസൈസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുത്ത് എല്ലാവർക്കും എല്ലാവരും എങ്ങനെ ഫീൽ ചെയ്യുന്ന ചാറ്റ് ബോക്സിനകത്ത്, ഓക്കെ, ചാറ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്യുക. ഹൗ യു ആർ ഫീലിംഗ് റൈറ്റ് നൗ? ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ് പ്ലീസ്. Type in the chat box how you are feeling after doing this exercise. 7 മിനിറ്റ്. ഓക്കെ, ക്ലോക്കിൽ നോക്കിയിട്ട് ലൈവ് സെഷനകത്ത് 7 മിനിറ്റ്, 7 minutes 9 sets. ഓക്കെ, 7 minutes 9 sets. How you are feeling? Please type in the chat box. Feeling energetic, freshness, happy, thank you, freshness. Okay, happiness, super. Okay, what else? 5 ആൾക്കാർക്ക് മാത്രം ഫീൽ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അധികം ആൾക്കാർ ചെയ്തിട്ടില്ല. ഓക്കെ, ഗുഡ്, എനർജറ്റിക്. ഓക്കെ, സൂപ്പർ സൂപ്പർ. ഓക്കെ, സോ നമ്മളുടെ മുമ്പിലോട്ട് പോകുന്നതിന് മുമ്പിൽ അതേ നേരം നമ്മളുടെ മീറ്റിംഗ് ഇല്ല, ഓൾമോസ്റ്റ് കഴിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത്, ഓക്കെ, ആക്ടിവിറ്റി ചെയ്തിട്ട് നമ്മൾ ഇനിയും ചെയ്യേണ്ടത് എന്താണ്? ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ഗോൾ കാർഡ് നമ്മൾ റെഡിയാക്കുക. ഓക്കെ, ഗോൾ കാർഡ് നമ്മൾ കംപ്ലീറ്റ്ലി റെഡിയാക്കുക. ഗോൾ കാർഡ് റെഡിയാക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഈ പറയുന്ന ഗോൾ കാർഡ് എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, പറയുന്ന ഗോൾ കാർഡ് നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ്, ഓക്കെ, ലൈറ്റ് എക്സസൈസ്, ഗുഡ് എനർജറ്റിക്, സൂപ്പർ. ഓക്കെ, സോ
ബ്ലഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് സീരിയസ് ആണ്, ഇൻ കേസ് നിങ്ങൾ ലോങ്ങർ റണ്ണിൽ എൻ്റെ കൂടുതൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, then only do blood test if you are serious about your health. കാരണം ബോഡിയുടെ പുറത്ത് എന്താണ് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റും, ഉള്ളിലുള്ള കാര്യമാണ് മാറ്റേഴ്സ് മോസ്റ്റ് ടു മീ. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ തിങ്. നാളത്തെ നമ്മളുടെ സെഷൻ, ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ നമ്മളുടെ ഹോംവർക്ക് ഈ ഗോൾ കാർഡ് ആയിരിക്കും. എല്ലാവരും ചിന്തിച്ച് ആലോചിച്ചിട്ട് ഗോൾ കാർഡ് പ്രിപ്പയർ ചെയ്യൂ. ദിസ് ഇസ് ഫോർ യു, ദിസ് ഇസ് ഫോർ യുവർ ഫാമിലി. ഓക്കെ, ഡോക്ടർ രജനിനെ പോലെ ഒരു അടിപൊളി ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ 100% പുള്ളിക്കാരത്തിയുടെ ഗോൾ കാർഡ് കാണാറുണ്ട്. എത്ര പേഷ്യന്റ് OT അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിലും പുള്ളിക്കാരത്തി ഗോൾ കാർഡ് കാണൽ ഒരിക്കലും നിർത്താറില്ല. ഓക്കെ, സോ ഗോൾ കാർഡ് ഉണ്ടാക്കിയിട്ട് അയക്കുക. നാളെ നമ്മളുടെ സെഷൻ 8 മണിക്കായിരിക്കും തുടങ്ങുന്നത്, ലൈവ് സെഷൻ ആയിരിക്കും. എല്ലാവരും ഹാർമോണൽ ഇംബാലൻസസിന്റെ പുറത്തായിരിക്കും നാളത്തെ കംപ്ലീറ്റ് സെഷൻ. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാളത്തെ സെഷൻ. ഒരു കാരണവശാലും നമ്മൾ മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഇതുവരെയും ഡയറ്റ് ഒക്കെ ചെയ്തിട്ട്, ഓക്കെ, ഇൻഫ്ലമേഷൻ എന്താണ് കുറയാഞ്ഞത്, ബോഡി പെയിൻ എന്താണ് കുറയാഞ്ഞത്, ഓക്കെ, വിശപ്പ് എന്നാണ് കൂടുതൽ വരുന്നത്, ക്രേവിങ്സ് എന്താണ് കൂടുതൽ വരുന്നത്, ഫുഡ് കഴിച്ചിട്ടും എന്താണ് മധുരത്തിന്റെ ക്രേവിങ്സ് വരുന്നത്, അതെല്ലാം നമുക്ക് നാളെ നമ്മൾ കവർ ചെയ്യുന്ന ലൈവായിട്ട്. ഓക്കെ, സൂപ്പർ. ഓക്കെ, പോകുന്നതിന് മുമ്പിൽ നമ്മൾ ഓൾറെഡി ഡൺ ആണ് നമ്മളുടെ വെബിനാർ, ഇന്നത്തെ ബൂട്ട് ക്യാമ്പ് തീർന്നിരിക്കുന്നു. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ലൈവ് ആണ്, ഞാൻ അവൈലബിൾ ആണ്. ചാറ്റ് ബോക്സിനകത്ത് ക്വസ്റ്റ്യൻ ഇടുക. ഓക്കെ, മലയാളത്തിൽ വേണം എല്ലാവരും ടൈപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ് any questions about your health. Okay, any doubt, please type in the chat box. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞ ജർമ്മനിയിൽ നിന്ന് വരെ നമ്മൾക്ക് ആൾക്കാരുണ്ട്. കാലബ് ആർ എന്നാണ് എനിക്ക് പുള്ളിയുടെ പേര് ഇവിടെ കാണുന്നത്. ഞാൻ പ്രൊനൗൺസ് ചെയ്തത് കറക്റ്റ് ആണോ? പുള്ളി നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ട്. ഓക്കെ, എനിക്കറിയത്തില്ല മാഡം ആണോ സർ ആണോന്ന്, പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഓൾറെഡി ഉണ്ട്. താങ്ക് യു വെരി വെരി മച്ച്, വെരി ഇൻസ്പയറിംഗ്. ഓക്കെ, ഒരു ഡിഫറെന്റ് ടൈം സോണിൽ തന്നെയാണ്. ഓക്കെ കാലബ്, ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, ഒരു ഡിഫറെന്റ് ടൈം സോണിൽ നിന്ന് നമ്മൾ ലോഗിൻ ചെയ്തത് ആബ്സല്യൂട്ട്ലി പ്രേസ് വർത്തി. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ് ബൈ എനിബഡി ചാറ്റ് ബോക്സിനകത്ത് ഇടുക. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ് ബൈ എനിബഡി, എനി ഫീഡ്ബാക്ക് അബൌട്ട് ടുഡേസ് സെഷൻ, എനിത്തിങ്. നിങ്ങളുടെ ഹെൽത്ത് സംബന്ധിച്ച് ഇതൊരു വെബിനാർ അല്ല. ഓക്കെ, ഇതൊരു ബൂട്ട് ക്യാമ്പ് ആണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ജേർണി കവർ ചെയ്യുവാണ്. ഓക്കെ, യൂറിക് ആസിഡ് ഇഷ്യൂസ് മാറ്റുന്നത് എങ്ങനെയാണ്? ഐ ഹാവ് 10 years ഓഫ് ഹിസ്റ്ററി. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, യൂറിക് ആസിഡ് മോസ്റ്റ്ലി, ഓക്കെ, 1 വർഷം 2 വർഷം കൊണ്ട് വരുന്ന ഒരു കാര്യം അല്ല. ഓക്കെ, സോ മോസ്റ്റ്ലി ഫോർ യൂറിക് ആസിഡ് what you should actually be doing is you should be following a very very disciplined healthy diet. Okay, രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ഫിറ്റ്നസ് റൊട്ടീൻ നമ്മളുടെ ലൈഫിൽ നമ്മൾ തുടങ്ങണം. ഓക്കെ, ഈ യൂറിക് ആസിഡിന്റെ, ഓക്കെ, മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ യൂറിക് ആസിഡിന്റെ മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ മരുന്നുകൾ മാത്രം കഴിച്ചാൽ നമുക്ക് ഇതിന്റെ സിംറ്റംസ് മാത്രം കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അനൂപ് സാറിന് ഈ പറയുന്ന യൂറിക് ആസിഡിന്റെ കുറെ വർഷങ്ങൾ മുമ്പിൽ തന്നെ മാറാൻ സാധിച്ചേനെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോങ് കൺസിസ്റ്റന്റ്, ഓക്കെ, കൺസിസ്റ്റന്റ് ചെയ്യാൻ പറ്റിയ എക്സസൈസ് റൊട്ടീൻ, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ, ഓക്കെ, ഡയറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഓക്കെ, വിൽ ഇറ്റ് ഹെൽപ്പ് എലിവേറ്റ് വെരിക്കോസ് ഇഷ്യൂ? ഓക്കെ, എൻ്റെ മദറിന്, ഓക്കെ, പുള്ളിക്കാരത്തി ഇപ്പൊ വീട്ടിലുണ്ട്, എൻ്റെ മദറിനും വെരിക്കോസ് വെയിൻ ഉണ്ട്. ഓക്കെ, സോ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്താൽ ആഗ്രിവേറ്റ് ആകാറില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഗൈഡൻസ് അനുസരിച്ചാണ് എക്സസൈസ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സസൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എക്സസൈസ് ഒത്തിരി നല്ലതായിരിക്കും. കാരണം മനസ്സിലാക്കുക, നമ്മൾ ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയിൽ? നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ മസിൽസ് ഫാറ്റ് സെൽസ് എനർജിയിലോട്ട് കൺവേർട്ട് ആക്കും. ഓക്കെ, രൺദീപ്, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ എക്സസൈസ് ചെയ്ത് നിർത്തി, ഓക്കെ, സ്റ്റോപ്പ് ചെയ്ത്, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടും എൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഒരു മെക്കാനിസം നടന്നുകൊണ്ടിരിക്കുവാണ്.
ആ മെക്കാനിസത്തിന്റെ പേരാണ് ഫാറ്റ് ടു എനർജി കൺവേർഷൻ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഞാൻ ഈ പറയുന്ന സീറ്റിന്റെ പുറത്ത് 10 മണിക്കൂർ കുത്തിയിരിക്കുവാണ്. ഈ ഫാറ്റ് ടു എനർജി കൺവേർഷൻ തീരെ നടക്കുന്നില്ല. ഇത് നടക്കാത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? എന്റെ ബ്ലഡ് ഷുഗർ കൂടുതലാകുവാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഈ ഫാറ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ആകാത്തതിന്റെ കാരണം എന്റെ ബോഡിയിൽ ഫാറ്റ് അക്യൂമുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എക്സസൈസ് ഇസ് ഓൾവേസ് ഗുഡ്. ഓൾസോ യുവർ ഡയറ്റ് ഷുഡ് ബി സ്പെസിഫിക് ടു വെരിക്കോസ് വെയിൻ. ഓക്കെ, ക്ലിയർ അല്ലേ രൺദീപ്? ഓക്കെ ഓക്കെ, 5 മിനിറ്റിന്റെ എക്സസൈസ് 100% പ്രയോജനപ്പെടും. ഓക്കെ, സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. 5 മിനിറ്റ് 30 ദിവസം 150 മിനിറ്റ് ആണ്. ഇതാണ് നമ്മൾ മറന്നു പോകുന്നത്. നമുക്ക് കാണുന്നത് ആ ക്ലോക്കിനകത്ത് ഒരു 5 മിനിറ്റ് മാത്രമാണ്. ഓക്കെ, സോ പ്ലീസ് അവോയ്ഡ് ദിസ് കൈൻഡ് ഓഫ് മെന്റാലിറ്റി. ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. സ്റ്റാർട്ട് വിത്ത് 5 മിനിറ്റ്സ് പ്ലീസ്. നമുക്ക് എപ്പോഴും പറ്റുന്ന എന്താണ്, നമ്മൾ എപ്പോഴും ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെയും ഒരു 2 മണിക്കൂർ ചെയ്യും, 3 മണിക്കൂർ ചെയ്യും. അതെല്ലാം പിന്നീടത്തെ കാര്യമാണ്. നമ്മളൊരു കുട്ടീനെ പഠിക്കാൻ വിടുമ്പോൾ ആദ്യം കുട്ടി നഴ്സറിക്കകത്ത് ചെറിയ അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, കുട്ടി ഒരിക്കലും ആൽജബ്ര അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി അല്ല പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത്, എഡ്യൂക്കേഷൻ പോളിസിക്കകത്ത് ഒരു കരിക്കുലം ഉണ്ട്. ആദ്യം ഒരു കുട്ടി ആൽഫബറ്റ് പഠിക്കും, പിന്നെ വേർഡ് പഠിക്കും, പിന്നെ സെന്റൻസ് ഫോർമേഷൻ പഠിക്കും, പിന്നാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. നമുക്ക് നോർമലി ഫിറ്റ്നസിനകത്ത് പറ്റുന്ന തെറ്റെന്താണ്? ഫിറ്റ്നസിനകത്ത് പറ്റുന്ന തെറ്റാണ് നമ്മൾ ആദ്യം തന്നെ ലാംഗ്വേജ് പോയി പഠിക്കും, ബേസിക് ക്ലിയർ ആക്കാതെ. ഓക്കെ, സോ ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. Okay, any other question? Any other question? Feel free to type. Okay, feel free to type. Okay, ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, ഇഫ് പോസിബിൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞ ലൈനിൽ എടുക്കാം. ഒറ്റ ഒരു സെക്കൻഡ് നിൽക്കുക. ഓക്കെ, സോ യു ക്യാൻ. ഓക്കെ, ഞാൻ ഒറ്റ ഒരു സെക്കൻഡ്, ജസ്റ്റ് 1 സെക്കൻഡ് പ്ലീസ്. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പേര് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ഐഫോൺ ആണല്ലേ? ഓക്കെ, സോ പ്ലീസ് ടോക്ക്. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റും. എന്താണ് ഹെൽത്ത് ചാലഞ്ച് പറയുക? ഓക്കെ, മലയാളത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ട ഒരു പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റും. പ്ലീസ് ടോക്ക്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യുന്ന ആക്സസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, സംസാരിക്കാം. ഹലോ സാർ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം സാർ. ഞാൻ ഒരു ന്യൂറോ സർജറി കഴിഞ്ഞ ഒരു ആളാണ്. എനിക്ക് 62 വയസ്സായി, 62 ഇയേഴ്സ്. അപ്പോൾ ന്യൂറോ സർജൻ ആണോ? ന്യൂറോ സർജറി കഴിഞ്ഞ ആളാണ്, 18 വർഷം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, വൈസ്ലോൺ എന്നുള്ള ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അതിനുശേഷമാണ് എനിക്ക് ഡയബറ്റിക് വന്നത്. അപ്പോൾ അത് ഈ 18 വർഷമായിട്ട് ഞാൻ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഈ ഹോർമോൺ മെഡിസിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വെയിറ്റ് കുറയുന്നില്ല. എനിക്ക് ഞാൻ സർജറിക്ക് കയറിയപ്പോൾ എനിക്ക് വെറും 58 കിലോയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 80 കിലോളം ഉണ്ട്. അപ്പോൾ അത് എത്ര ശ്രമിച്ചിട്ടും കുറയുന്നില്ല. 100 ഉണ്ടായിരുന്നു, വീണ്ടും 80 ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പല ഇത് ചെയ്തിട്ടും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അത് എനിക്ക് അതിനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ മെഡിസിനൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഇതിൽ ചെയ്യുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. സർ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഒരിക്കലും ഒരാള് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണോ നിർത്തണോ എന്ന് ഞാൻ അതിനകത്ത് ഒരു ഗൈഡൻസ് കൊടുക്കാറില്ല. ഇല്ല, അതല്ല മെഡിസിൻ. ഞാൻ അങ്ങനെയല്ല സാർ, മെഡിസിൻ കഴിച്ചുകൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും ഇത് കിട്ടുമോ എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. മെഡിസിൻ 100% സാറ് ഹാർമോണൽ മെഡിസിൻസ് അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വണ്ണം കൂടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ സാറിപ്പോ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ നമ്മളുടെ മുകേഷ് അംബാനിയുടെ മോന്, പുള്ളിക്കാരൻ ചെറുപ്പത്തിൽ തൊട്ട് നോക്കുവാണെങ്കിൽ വണ്ണം ഉള്ള ഒരു പുള്ളിയാണ്. പുള്ളിക്ക് ഷുഗർ, ആസ്തമാറ്റിക് പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ ഈ ആസ്തമ റെഗുലർ ആക്കാനായിട്ട് പുള്ളിക്കാരന് സ്റ്റെറോയിഡ്സ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് വണ്ണം ഒത്തിരി പെട്ടെന്ന് കൂടിയായിരുന്നു. പക്ഷെ പുള്ളിക്കും ഒരു സമയത്ത് 10-40 കിലോ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ സാറിന് ഒരു കാര്യം മനസ്സിലാക്കണം, സാറിന്റെ ബോഡിയിൽ ഈ ടെൻഡൻസി കൂടുതലാണ്. അതിന്റെ കൂട്ടത്തിലും കൂടെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ 100% നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിറ്റീരിയറേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ കാരണം ഒരു സാധാ മനുഷ്യനാണ്, ഒരു കുഴപ്പങ്ങളില്ല. ആ പുള്ളി ഒന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ
നമുക്ക് അതെ നെഗ്ലക്ട് ചെയ്യാം. അതെ പക്ഷെ ഈ ഒരു സർജറി നടന്നിട്ടുള്ള ഒരാളാണ് സാറ് തന്നെ പറയുവാണ്, ഞാൻ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ട് എന്റെ വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാൾ 100% സ്വന്തം ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് എടുക്കണം ആഴ്ചയിൽ 2 തൊട്ട് 3 ദിവസം. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ അതിന് എടുക്കാം. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ കാരണം സാർ ഞാൻ പറയട്ടെ, ചിലപ്പോഴൊക്കെ ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവമല്ലേ, ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളുടെ ലൈഫിന് അതിനകത്ത് ഒരു തകരാറ് സംഭവിക്കുന്നത്. അതെ 2016 എന്റെ ഒരു വയസ്സെന്ന് പറഞ്ഞാൽ 37 ആ ഒരു റേഞ്ചിലായിരുന്നു. ഓക്കെ, അതിലും കുറവായിരുന്നു ഇൻഫാക്ട്. ഓക്കെ, സോ ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേന ആ പ്രായത്തിൽ വന്നായിരുന്നു. അപ്പൊ ഇച്ചിരി കൂടെ പ്രായം കൂടുമ്പോ ബോഡിയുടെ കപ്പാസിറ്റി കുറഞ്ഞാണ് പോകുന്നത്. അതെ അതെ അപ്പൊ നമ്മൾ ഈ കാര്യം ഇപ്പൊ ടേക്ക് കെയർ ചെയ്തെങ്കിൽ ഒരു 10 വർഷങ്ങളോട് മുമ്പിലോട്ട് പോകുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ ബോഡിക്ക് സ്ട്രഗിൾ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. പക്ഷെ നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോ ഈ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ സാറിന് തീരെ അനങ്ങാനും തോന്നത്തില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല. ഇപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ പ്ലീസ് സ്റ്റാർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യന് ഞാൻ അഡ്രസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, അരുൺ എഴുതിയിട്ടുണ്ട്, 5 to 6 days I walk for 3 kilometer and around 7K steps. Will that reduce? അരുൺ, ഞാൻ ഒരു സിമ്പിൾ ഒരു കാര്യം പറയുവാണ്. ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നില്ല. ഓക്കെ, ഞാൻ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ആൾക്കാർക്ക് കറക്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കാൻ ഓക്കെ നമുക്കൊരു ബുദ്ധിമുട്ട്. നമ്മുടെ മാഷൊക്കെ പണ്ട് നമ്മളോട് കുറെ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കും. നമ്മളോട് ഈ പുള്ളി എന്തിനാ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കേരളത്തിനകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ നടക്കാൻ അങ്ങ് പോകും. നടക്കാൻ പോയിട്ട് വരുമ്പോൾ തിരിച്ച് അയലോക്കത്തിൽ 4 ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടുതൽ നമ്മളൊരു ചായം കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരും. നമ്മൾ ഓർക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വലിയൊരു ആക്ടിവിറ്റി ചെയ്ത് അത് ശരിക്കും പറഞ്ഞ ഒന്നുമില്ല. ഓക്കെ, നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അരുണും എനിക്കും ഈ പറഞ്ഞ സാർ ഇപ്പൊ നമ്മളോട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു കാലറിയുടെ റേഞ്ച് ഉണ്ട്. ഓക്കെ, ആ റേഞ്ചിന്റെ മേളിൽ നമ്മൾ എപ്പോ പോയാലും നമുക്ക് പല വിധത്തിൽ തകരാറുകൾ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. ചിലർക്ക് ആ തകരാറുകൾ പെട്ടെന്ന് അറിയാൻ പറ്റും, ചിലർക്ക് ഒത്തിരി സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പൊ അരുൺ എന്താണ് ചെയ്യേണ്ടത്, ആമസോണിൽ നിന്ന് ഒരു 150 രൂപ അല്ലെങ്കിൽ ഒരു 300 രൂപ മുടക്കിയിട്ട് ഇതുപോലത്തെ 2-3 വെയിറ്റ് മേടിക്കുക. ഈ വെയിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ നല്ല നാടൻ ഇഷ്ടികകളില്ല, ആ ഇഷ്ടികൾ എടുക്കുക. ഓക്കെ, ആ ഇഷ്ടിക എടുത്തിട്ട് 2-3 സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ എക്സസൈസ് നമുക്ക് പഠിക്കാൻ എല്ലാം പറ്റും. ഓക്കെ, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ നോക്കുക. അതും ഇല്ലെങ്കിൽ വീട്ടിൽ വെള്ളത്തിന്റെ കുപ്പിയും കൊണ്ട് എക്സസൈസുകൾ ചെയ്യാൻ തുടങ്ങുക. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ മാത്രം നമുക്ക് ഫാറ്റ് ലോസ് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ, ആൾക്കാര് ആദ്യത്തെ തെറ്റെന്താണ് ചെയ്യുന്നത്, നടക്കാൻ പോകും, നടക്കാൻ പോയാൽ അവർ ഓർക്കും ഞാൻ എൻ്റെ എക്സസൈസ് തീർന്ന്. രണ്ടാമത്തെ തെറ്റെന്താണ് ചെയ്യുന്നത്, 150 രൂപ വിലയുള്ള ചിക്കൻ അവർ കഴിക്കത്തില്ല. കാരണം അത് അവർ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹാർമോൺ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്, അതിൽ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നതാണ്. മൂന്നാമത്തെ തെറ്റ്, ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, 2 മുട്ടയുടെ മേളിൽ കഴിക്കുവാണെങ്കിൽ ആൾക്കാർ ഓർക്കും അയ്യോ ഇതും കൊണ്ട് ഭയങ്കര കൊളസ്ട്രോൾ എനിക്കാകും. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന 10 വർഷം കൊണ്ട് ഡെയിലി ഞാനും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും മുട്ടയും ഇറച്ചി മീൻ നല്ല രീതിയിലാണ് നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. അപ്പൊ നല്ല പ്രോട്ടീൻ റിച്ച് ഡയറ്റ് കഴിക്കുക, നല്ലപോലെ ഒന്ന് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, ഒരു കുഴപ്പവുമില്ല. വയറിന്റെ എക്സസൈസോ വേറെ എക്സസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കംപ്ലീറ്റ് ഫാറ്റ് പെർസെൻറ്റേജ് തന്നെ നമ്മുടെ കുറഞ്ഞു കിട്ടും. ഓക്കെ, അരുൺ വെബിനാർ ത്രൂ വന്നതാണെങ്കിൽ പല ആൾക്കാരുടെ ടെസ്റ്റിമോണിയൽ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ പറയുന്ന വയറിന്റെ എക്സസൈസുകൾ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ഫാറ്റ് പെർസെൻറ്റേജ് കുറയുമ്പോൾ വയറല്ല, കവള്, ഷോൾഡർ, ചെസ്റ്റ്, ലെഗ്സ്, ബാക്ക് എല്ലായിടത്തുനിന്നും ഫാറ്റ് ചൊട്ടി നമ്മളുടെ ഓവറോൾ പ്രൊപ്പോർഷൻ ബെറ്റർ ആകും. ഓക്കെ, സോ നടക്കാൻ പോകുന്നത് ഐ അപ്രീഷിയേറ്റ്, ഒത്തിരി നല്ല കാര്യമാണ്. പക്ഷേ നമ്മളുടെ ഗോൾസിന്റെ അടുത്ത് നമുക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ അസുഖങ്ങളില്ലാതെ ഒരു നല്ലൊരു ജീവിതം നമ്മുടെ ഫാമിലിയോട് വേണമെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് ഇന്ന് ചോദിച്ചാലും ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞ് ചോദിച്ചാലും ഞാൻ ഈ സെയിം കാര്യം തന്നെ ആയിരിക്കും പറയുന്നത്. ഓക്കെ, സോ അരുൺ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്.
അരുണിന് തൈറോയിഡ് ഉണ്ട്. ഓക്കെ, തൈറോയിഡ് ഇഷ്യൂ, ടേക്കിംഗ് ടാബ്ലറ്റ്. സാർ ഇപ്പോൾ വന്നതും സാറിനും തൈറോയിഡ് ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, തൈറോയിഡ് എങ്ങനെയാണ് വരുന്നത്? T3 T4 TSH ഡിസ്ബാലൻസ് ആകുമ്പോൾ, ഓക്കെ, ഹാർമോണൽ ഇംബാലൻസ് ആണ്. സാറ് എത്രയോ വർഷങ്ങളായിട്ട് സാറ് തൈറോയിഡിന്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എൻ്റെ ബലമായ സംശയമാണ് അരുണും കുറെ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും മനസ്സിലാക്കുക, മരുന്നുകൾ കഴിക്കുവാണെങ്കിൽ സിംറ്റം കുറയ്ക്കാൻ പറ്റുള്ളൂ, അസുഖം മാറ്റാൻ പറ്റൂല. അസുഖം മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ സാറും അരുണും ഒരിക്കലും ചാറ്റ് ബോക്സിന്റെ പുറത്ത് ടൈപ്പ് ചെയ്യത്തില്ലായിരുന്നു. ഓക്കെ, തൈറോയിഡ് നമ്മൾ കേരളത്തിൽ മരുന്നുകൾ തന്നെ കഴിക്കുന്ന മാസം 1000 മിനിമം രൂപയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ അതുകൊണ്ട് വരുന്ന പല വിധത്തിലെ തലവേദന. ഓക്കെ, ചിലർക്ക് പെട്ടെന്ന് വണ്ണം വെക്കും, ചിലർക്ക് ആരോഗ്യം തോന്നത്തില്ല, ചിലർക്ക് തല കറങ്ങും, ചിലർക്ക് ക്ഷീണം. ഇതാണ് തൈറോയിഡിന്റെ ഏറ്റവും വലിയ. ഹൈപ്പോ തൈറോയിഡ് ആണെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കും. സോ ഹാർമോണൽ ഇംബാലൻസ് ആണ്. ഞാൻ പറയുന്ന പോലെ നല്ല ഡയറ്റ്, നല്ല എക്സസൈസ്, ആദ്യം ഗോൾഡ് കാർഡ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പല ആൾക്കാരും, ഓക്കെ, ഇപ്പോഴും കുറെ ആൾക്കാരുണ്ട് ചാറ്റ് ബോക്സിനകത്ത് ടൈപ്പ്. ഓക്കെ, താങ്ക് യു അരുൺ, താങ്ക് യു വെരി മച്ച്. ആൾക്കാർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്കിനി നാളെ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ നീട്ടുന്നില്ല. ഓക്കെ, സോ താങ്ക് യു വെരി വെരി മച്ച്. ഓക്കെ, നാളെ നമുക്കൊരു അടിപൊളി, ഈ പറയുന്ന ഹാർമോണൽ ഇംബാലൻസിനെ പറ്റിയുള്ള സെഷനാണ്. നാളെ 100% എല്ലാവരും 8 മണിക്ക് ലോഗിൻ ചെയ്യണം. ബ്ലഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയക്കുന്നുണ്ട്. പിന്നെ ഗോൾഡ് കാർഡിന്റെ സ്ക്രീൻഷോട്ട് PDF ഞാൻ എല്ലാവർക്കും അയക്കുന്നുണ്ട്. എല്ലാവരും നിറച്ചിട്ട് പ്ലീസ് എനിക്ക് അയക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം, നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽത്ത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ പ്ലീസ് ഡു സംതിങ് അബൌട്ട് യുവർ സെൽഫ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം, ഓക്കെ, അസുഖം വന്നാൽ നിങ്ങളെക്കാട്ടി വിഷമം അവർക്ക് വരും. ഇത് എൻ്റെ ഫാമിലി നടന്ന കാര്യമാണ്, ഞാൻ ആ കാര്യം അനുഭവിച്ച ഒരാളാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ലെറ്റ്സ് മീറ്റ് ടുമോറോ 8 മണി, കറക്റ്റ് 8 മണിക്ക് എല്ലാവരും ലോഗിൻ ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു വെരി മച്ച്. നമ്മളുടെ സെഷൻ ഇവിടെ തീർന്നിരിക്കുന്നു. പ്ലീസ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, സി യു. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. Good night.